മകിഴ്മതി സാമ്രാജ്യത്തിന്റെ ഭാവി രാജാവ്, രാജമാതാ ശിവകാമി ദേവിയുടെ പ്രിയപുത്രൻ, പ്രപഞ്ചത്തിലെ അജയ്യരായ കാലകേയരെ വധിച്ച വീരാതിവീരൻ, അമരേന്ദ്ര ബാഹുബലി. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവരവരുടെ ആ ഒരു നേച്ചറിൽ തന്നെ ആയിരിക്കും അവർ നമ്മളോട് സംസാരിക്കുന്നത്. അതിൻ്റെ പരിണത ഫലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് മോശമാവും. ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഇത്തിരി തൊണ്ട അടഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഐസ്ക്രീം കഴിച്ചു, നമ്മൾ ചൂടുവെള്ളം കുടിച്ചില്ല, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചു, ഇതുകൊണ്ട് നമ്മുടെ തൊണ്ട അടയണം, അല്ലെങ്കിൽ തൈര് കഴിച്ചു, ഇതുകൊണ്ട് നിങ്ങളുടെ തൊണ്ട അടയണം, അല്ലെങ്കിൽ ഇതുകൊണ്ട് നിങ്ങളുടെ ശബ്ദം ഓഡിയബിൾ അല്ലാതായി മാറണം എന്നൊന്നും നിർബന്ധമില്ല. കാര്യം തന്നെ. അപ്പം എൻ്റെ ശബ്ദം എനിക്കിപ്പോഴും കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഞാൻ ഈ ഫീൽഡിൽ, ഈ ഒരു മേഖലയിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നത്. അതായത് മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി, മകിഴ്മതി സാമ്രാജ്യത്തിന്റെ മേളത്തെ തിടപ്പള്ളിയിലെ 3-4 മുറികള് ഇനി എന്തൊക്കെ അനർത്ഥങ്ങളാ സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാം? അല്ല പിന്നെ. ഹായ്, ഹലോ, എല്ലാവർക്കും മീഡിയ ഭാരതിന്റെ പുതിയൊരു ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഞാൻ അഥീന ആൻഡ് ദിസ് ഈസ് അവർ ഷോ ചാറ്റ് വിത്ത് അഥീന. ഇന്ന് നമ്മുടെ ഷോയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ശബ്ദം കൊണ്ട് ജനഹൃദയം കീഴടക്കിയ ഒരു വ്യക്തിയാണ്. ആർക്കും കൂടുതൽ മുഖപുരകളുടെ ആവശ്യമൊന്നും വേണ്ടി വരില്ല. കട്ടപ്പ എന്ന ഒരൊറ്റ ക്യാരക്ടർ കൊണ്ട് തന്നെ ജനഹൃദയങ്ങൾ എല്ലാവരും ഏറ്റെടുത്ത ഒരു അതുല്യ പ്രതിഭ, നമ്മുടെ സ്വന്തം ഹരിശ്രീ പ്രവീണേട്ടനാണ് അതിഥി. പ്രവീണേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം തന്നെ. ആദ്യം തന്നെ വെൽക്കം ടു മീഡിയ ഭാരത്. താങ്ക് യു സോ മച്ച്. ഞാനിങ്ങനെ ഒരുപാട് പേരെ ഇന്റർവ്യൂ ഒക്കെ ഇരുന്ന് ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ എപ്പോഴാണ് എന്നെ റേഡിയോ ഭാരതിലേക്ക് വിളിക്കണമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എന്തായാലും വളരെ സന്തോഷം. ഇപ്പൊ ചേട്ടന്റെ സിഗ്നേച്ചർ വോയിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിഗ്നേച്ചർ ക്യാരക്ടർ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ബാഹുബലിയിലെ കട്ടപ്പന്റെ ആയിരിക്കും അല്ലെ? കട്ടപ്പയെ മാറ്റി നിർത്തിയ ഒരു ഇന്റർവ്യൂ ഒന്നും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആർക്കും പറ്റില്ല. അതെ, ഞാൻ ഓർക്കും ഓരോ ഇന്റർവ്യൂ വേദികളിൽ ചെല്ലുമ്പോൾ വീണ്ടും ഇനിയൊരു കട്ടപ്പയുടെ സൗണ്ട് പറയണം, ഇന്നൊരു. അപ്പൊ അത് പറയാതെ എല്ലാവരും പറഞ്ഞാൽ അത് പറയണം എന്ന് പറയും. എന്നോട് ആർക്കെങ്കിലും ബോറടിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ബോറടിക്കല്ല, അത് ഇനിയും കേൾക്കാനാണ് ഇഷ്ടം എന്നാണ് എല്ലാവരും പറയാറുള്ളത്. പിന്നെ എനിക്കും എൻ്റെ ജീവിതത്തിൽ പറയാനുള്ള ഏറ്റവും വലിയൊരു കഥാപാത്രം അത് തന്നെയാണല്ലോ. കാരണം ലോക മലയാളികളെല്ലാവരും നമ്മളെ തിരിച്ചറിഞ്ഞത് ആ ഒരു ശബ്ദത്തിലൂടെ തന്നെ ആയതുകൊണ്ട് എപ്പോൾ ചോദിച്ചാലും ഏതൊറക്കത്തിലും എനിക്ക് പറയാൻ ആ ഒരു ശബ്ദമേ ഉള്ളൂ, ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് നമ്മുടെ ഷോ ആ ഒരു ശബ്ദത്തിലൂടെ തന്നെ ആരംഭിക്കാം. മകിഴ്മതി സാമ്രാജ്യത്തിന്റെ ഭാവി രാജാവ്, രാജമാതാ ശിവകാമി ദേവിയുടെ പ്രിയപുത്രൻ, പ്രപഞ്ചത്തിലെ അജയ്യരായ കാലകേയരെ വധിച്ച വീരാതിവീരൻ, അമരേന്ദ്ര ബാഹുബലി. ഇച്ചിരി പവറുണ്ട്, ഊണ് കഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. എന്തായാലും ഇങ്ങനെ അടുത്തിരുന്ന് കേട്ടതിൽ ഒരുപാട് സന്തോഷം. ഇനി എന്നോട് പുറയുന്ന കുത്താനൊന്നും പറയരുത്. നല്ല കട്ടപ്പയാണ് പറയുന്നത്. അല്ല, ശരിക്കും പറഞ്ഞാൽ ഈ കഥാപാത്രം ഇപ്പൊ നമ്മള് ആൾക്കാർ വിചാരിക്കുന്നത് ഒരു കട്ടപ്പയ്ക്ക് ഡബ് ചെയ്തു, അതുകൊണ്ട് നമ്മളും അതുപോലെ ഉള്ള ആളാണെന്നൊക്കെ വിചാരിച്ച് ഈ കട്ടപ്പ ബാഹുബലിക്ക് ശേഷമുള്ള പല ഡബിങ്ങിൻ്റെയും ആളുകൾ പ്ലാൻ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മളെ മാറ്റി നിർത്തും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബാഹുബലിക്ക് ഡബ് ചെയ്ത്, സത്യം പറഞ്ഞാൽ നമ്മൾ ബാഹുബലിക്ക് ഡബ് ചെയ്ത് കഴിഞ്ഞും നമ്മൾ മറ്റ് ഡബിങ്ങുകൾ വേണം നമുക്ക് ജീവിക്കാനായിട്ട്. പക്ഷെ ആളുകൾ വിചാരിച്ചിരിക്കുന്ന ബാഹുബലി ഡബ് ചെയ്തതോടുകൂടി നമ്മൾ വേറെ ഏതോ ലോകത്ത് നിൽക്കുവാണ്, അല്ലെങ്കിൽ നമ്മളേതോ യൂണിവേഴ്സിൽ നിൽക്കുകയാണ് എല്ലാവരും എന്നവർ. പക്ഷെ എൻ്റെ അങ്ങനെ ഒരു ലെവല് മാറി, ഒരു ക്യാരക്ടർ നന്നായിട്ട് കിട്ടി, അത് നമുക്ക് എല്ലാവരെയും അറിയിക്കാൻ സാധിച്ചു, എല്ലാവരിലേക്കും റീച്ചായി എന്നുള്ളതല്ലാതെ നമുക്ക് സാധാരണ പോലുള്ള ഡബിങ്ങൾ നമ്മൾ ചെയ്തു തന്നെയാണ് നമ്മൾ ഇവിടം വരെ എത്തിയിട്ടുള്ളത്. ഇനിയും അത് അങ്ങോട്ട് തന്നെ തുടർന്ന് ചെയ്യാനുമാണ് എനിക്കിഷ്ടം. പക്ഷെ അത് ചിലരൊക്കെ അത് മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. കാരണം നമ്മൾ അകലെ നിന്ന് നോക്കിക്കാണും, നമ്മൾ ഇങ്ങനെ ഈ കട്ടപ്പയാണല്ലോ ബാഹുബലിയാണല്ലോ എന്ന് ഓർത്ത് നമ്മുടെ അടുത്തേക്ക് വരാതിരിക്കും. അപ്പോൾ ഈ പണ്ടാരണ്ട് പറഞ്ഞാൽ സിംഹം പട്ടിണി കിടക്കുന്നത് സിംഹത്തിന് മാത്രമേ ഇവിടെ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥകളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയ ഒരു ക്യാരക്ടറാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ സത്യരാജിന്റെ ഭാഗത്ത് നിന്നും അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഫോൺ ചെയ്തിട്ടുണ്ട് ഹൈദരാബാദിൽ വെച്ചിട്ട്. അദ്ദേഹമല്ല ഫോൺ ചെയ്യാൻ, ഞാൻ അദ്ദേഹത്തെ അങ്ങോട്ട് ഫോൺ ചെയ്തു. കാരണം ആവശ്യം നമ്മുടെ ഏതാണ്. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായ കാര്യങ്ങളെല്ലാം. അപ്പോൾ പുള്ളി ഒത്തിരി നേരം, ഏകദേശം ഒരു 5 മിനിറ്റോളം പുള്ളി സംസാരിച്ചു. കാരണം നമ്മൾ ഫ്രണ്ട്സ് തമ്മിൽ കത്തി വയ്ക്കുമ്പോൾ ചിലപ്പോൾ 1 മണിക്കൂർ സംസാരിക്കുന്നത് പോലെ അല്ലല്ലോ. ഇത്രയും വലിയൊരു താരത്തിനോടൊപ്പം ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. ഞാനത് റെക്കോർഡ് ചെയ്ത് എൻ്റെ ഫയലിൽ സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. മലയാള സിനിമയെക്കുറിച്ച് അദ്ദേഹം വളരെ
റെസ്പെക്റ്റോടെയും അതുപോലെ തന്നെ വളരെ നല്ല ലെജൻസുകൾ ഉള്ള ഒരു മേഖലയാണ് മലയാള സിനിമ എന്ന് പറഞ്ഞ് മലയാള സിനിമയെ നോക്കിക്കാണുന്ന മമ്മൂട്ടി, മമ്മൂക്ക, മോഹൻലാൽ പോലെയുള്ള, ലാലേട്ടൻ പോലെയുള്ള കഥാപാത്രങ്ങളെ, അവർ ചെയ്ത കഥാപാത്രങ്ങളെ ആവിഷ്കരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുള്ള ആളാണ് സത്യരാജ് എന്നുകൂടി അണ്ണൻ എന്നോട് സംസാരിച്ചു. എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ ചെന്നൈയിൽ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും വിളിക്കണം, മീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ പല ആൾക്കാരും ഈ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെടുന്നത് എന്ന് ഞാൻ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞതല്ല, പ്രൊഫഷണലി മറ്റേതെങ്കിലും ജോബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ശബ്ദം നല്ലതാണ്, നിനക്കിങ്ങനെ ഡബിങ്ങിൽ നിനക്കൊരു ഭാവിയുണ്ട്, അങ്ങനെ പറഞ്ഞ് ആരെങ്കിലും ഈ മേഖലയിലോട്ട് കൊണ്ടെത്തിച്ചതാണോ? തീർച്ചയായിട്ടും. ഞാൻ ആക്ച്വലി എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡയറക്ടർ ആവുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു. ഞാൻ ഇവിടുന്ന് ഒരു ദിവസം ഒരു ടെലിഫിലിമിൻ്റെ ഈ അന്ന് 13 എപ്പിസോഡ് പോലുള്ള ഈ ടെലിഫിലിമുകൾ ദൂരദർശനിലേക്ക് ഷൂട്ട് ചെയ്യപ്പെടുന്ന കാലഘട്ടമാണ്. അപ്പോൾ അന്ന് കോഴിക്കോടുള്ള ഒരു ജയമോഹൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ്. അദ്ദേഹം എൻ്റെ കൂട്ടുകാരൻ്റെ കൊച്ചച്ഛൻ കൂടിയാണ്. അപ്പോൾ ഇവൻ പറഞ്ഞു, ഞങ്ങളിപ്പോൾ പ്രീ ഡിഗ്രി VHSC കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. പറഞ്ഞു കൊച്ചച്ഛൻ ഇങ്ങനെ ടെലിഫിലിം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ ഇങ്ങനെ നെഞ്ചത്ത് ചോദിച്ചു പറഞ്ഞു, എൻ്റെ കൊച്ചച്ഛനോടൊക്കെ ടെലിഫിലിമിൽ നീ അല്ലാണ്ട് പിന്നെ ആരായിരിക്കും സഹസംവിധാനം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിൻ്റെ കൊച്ചച്ഛനിൽ നമ്മൾ തകർത്തിരിക്കുന്നു, നമ്മൾ പൊളിക്കും, നമുക്ക് രണ്ടുപേർക്കും അവസരം കിട്ടുന്ന കുറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് വണ്ടി കയറി. അപ്പം അന്ന് അങ്ങനെ മൊബൈൽ ഫോണൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് ആരും യൂസ് ചെയ്യുന്ന സമയമൊന്നുമല്ല. ഇവിടുന്ന് രണ്ടുപേരും കൂടി മലബാർ എക്സ്പ്രസ്, മാവേലി, അങ്ങനെ ട്രെയിനിൽ കയറി ടിക്കറ്റൊന്നും കിട്ടിയില്ല. ഇടിച്ചു കുത്തി കയറി. ഞങ്ങൾക്ക് കിടക്കോ ഭക്ഷണമോ ഒന്നും പ്രധാനം അല്ല അന്ന്. ഞങ്ങൾ നേരെ ചെല്ലുന്നു. പേരാമ്പ്രയ്ക്കടുത്ത് കുറ്റ്യാടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ ഷൂട്ട് നടക്കുന്നത്. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ കാണുന്ന മെയിൻ കാഴ്ച വെച്ചാൽ അവിടുത്തെ പാക്കപ്പ് പരിപാടിയാണ് കാണുന്നത്. അത് ഒരു ഷൂട്ടിംഗ് മൊത്തം കഴിഞ്ഞു. അവിടെ ഷൂട്ടിംഗ് മൊത്തം കഴിഞ്ഞിട്ട് ഇനി അങ്ങനെ ഒരു ഷോട്ടോ ഒരു സീനോ അങ്ങോട്ട് ഷൂട്ട് ചെയ്യാനുള്ള, അത് എറണാകുളത്തെ ഇവിടെ വന്നിട്ടാണ് അവർ ചെയ്യുന്നത്. ബാക്കി എല്ലാ പരിപാടിയും തീർന്നിരിക്കുന്ന ഒരു സന്ദർഭങ്ങളാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പം അവിടെ ചെന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. എങ്കിലും കൂട്ടുകാരൻ്റെ കൊച്ചച്ഛൻ്റെ ലൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങളവിടെ ചുറ്റിപ്പറ്റി കറങ്ങി നടന്ന് ഷൂട്ടിങ്ങൊക്കെ കണ്ടു, ഭക്ഷണമൊക്കെ കഴിച്ച് പോകുന്നു. പിന്നെ നമ്മൾ ഇവരെ ഇങ്ങനെ വാല് പോലെ കൂടെ നടക്കാൻ തുടങ്ങി. ഇവർ എറണാകുളത്ത് വന്നിട്ട് ഇതിൻ്റെ ഡബ്ബിങ് കാര്യങ്ങൾക്കൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ പിന്നാലെ നടക്കലായി. പിന്നെ കൂട്ടുകാരൻ്റെ കൊച്ചച്ഛൻ എന്നുള്ള ആ ഒരു ഇതിൽ അവിടെയൊക്കെ അവരുടെ അടുത്തൊക്കെ നിൽക്കാൻ തുടങ്ങി. ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് ശല്യം സഹിക്കാൻ വയ്യാതെ ആഞ്ഞിട്ടാന്ന് തോന്നുന്നു. പുള്ളി ലാസ്റ്റ് പറഞ്ഞു, അതെ 2-3 കഥാപാത്രങ്ങൾ ഇതിനകത്തുണ്ട്, എന്തെങ്കിലും ഡബ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് പുള്ളി ഡബ് ചെയ്തത് കോഴിക്കോട് ജയമോഹൻ എന്ന് പറഞ്ഞ ഒരു അദ്ദേഹമായിരുന്നു ഡബ് ചെയ്യിപ്പിച്ചത്. അങ്ങനെ പുള്ളി ആദ്യമായിട്ട് കയ്യിലേക്ക് വെച്ച് തന്ന കുറച്ച് ചെറിയ നോട്ടുകളായിരുന്നു പിന്നീട് എൻ്റെ ജീവിതത്തിൽ വലിയ അതെ തീർച്ചയായിട്ടും ആ ബേസ്. അന്ന് അദ്ദേഹം ഒരുപക്ഷെ നമ്മളെ ഗെറ്റ് ഔട്ട് അടിച്ച് നിങ്ങൾ പോയിട്ട് പിന്നീട് വരൂ എന്ന് സാധാരണ ഇപ്പോൾ പലരോടും പല സിനിമാക്കാരും പറയുന്ന പോലെ അന്നും അദ്ദേഹത്തിന് വേണമെങ്കിൽ പറഞ്ഞു വിടാമായിരുന്നു. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരൻ അരുണിനെ വേണമെങ്കിൽ അതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാം. അരുണിൻ്റെ കൂടെ വന്ന് നിൻ്റെ കൂടെ വന്നവനെ പറഞ്ഞു വിട്ടേക്ക്, നീ വേണമെങ്കിൽ ഇവിടെ നിന്നോ അല്ലെങ്കിൽ നീ പൊക്കോ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാമായിരുന്നു. കാരണം അത്രയും തിരക്കും പിടിച്ചൊരു ഷൂട്ടും പരിപാടിയൊക്കെ ആയിരുന്നു. പക്ഷേ പുള്ളിക്ക് എന്തോ ഞങ്ങളെ പറഞ്ഞു വിടാം, പക്ഷേ അവനെ പറഞ്ഞു വിടില്ല, എന്നെ പറഞ്ഞു വിടാൻ തോന്നിയില്ലായിരുന്നു. അങ്ങനെ തോന്നാത്തത് കാരണമാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു ഇന്റർവ്യൂ ചെയ്യണത്. വോയിസ് എടുക്കാൻ പറ്റിയത് അതുകൊണ്ടാണ്. അതെ അതെ അതെ. ഇങ്ങനെ പറയുമ്പോഴും ആദ്യമായിട്ട് ചെയ്ത ഒരു ക്യാരക്ടർ ആ ഡബ് ചെയ്തത് അതിന്റെ ഓർമ്മയുണ്ടോ? ആദ്യമായിട്ട് ഡബ് ചെയ്തത് ആക്ച്വലി ഒരാൾക്കിട്ട് ഇടി കൊട്ടുന്ന സീനായിരുന്നു പറയാൻ പറഞ്ഞത്. മീൻസ് ഒരാളെ കോളേജിൽ റാഗിങ് നടത്തിയിട്ട് ഒരു ചെക്കനെ എല്ലാവരും കൂടി പിടിച്ചിട്ട് ഇടിക്കുന്നു. അതിൻ്റെ ശബ്ദം എടുക്കാനാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അതിന് അടി കൊള്ളുന്ന വേദനയും വിഷമമൊക്കെ എടുക്കാനാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്തും അതാദ്യം വന്നില്ലായിരുന്നു. അപ്പോഴും ഈ കൂട്ടുകാരൻ്റെ കൊച്ചച്ഛനായ ഡയറക്ടർ വളരെ ബ്രില്യൻ്റായിട്ട് പുള്ളീൻ്റെ ഇടപെട്ട് പറഞ്ഞു, നീ എവിടെയെങ്കിലും നിനക്ക് തല്ല് കിട്ടാനുള്ള സമയമായിട്ടില്ല, എന്തായാലും നീ അല്ലാതെ എവിടെയെങ്കിലും വീഴോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും മനസ്സിലേക്ക് കൊണ്ടുവരാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ അത് മനസ്സിലേക്ക് കൊണ്ടുവന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് എൻ്റെ ചേട്ടനൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അന്ന് ഞങ്ങളുടെ വീട്ടിലൊരു ലാംബി സ്കൂട്ടർ ഉണ്ടായിരുന്നു. ചേട്ടൻ നാട്ടുകാരോട് മൊത്തം പറയും, നിന്നെ ഞാൻ സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ അടുത്ത് നിന്ന് 50 രൂപ വെച്ച് മേടിച്ചിട്ട് ചേട്ടൻ പെട്രോൾ ഒഴിക്കും. എന്നിട്ട് ചിലപ്പോൾ ഇവർക്ക് കൊടുത്താലായി, ചിലപ്പോൾ കൊടുക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു പയ്യൻ, രഘു എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു വീടിൻ്റെ അടുത്ത്. അപ്പോൾ അവനിങ്ങനെ സ്കൂട്ടർ ഓടിക്കാനായിട്ട് പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട് അവൻ്റെ നിന്ന് ഒരു 50 രൂപയൊക്കെ മേടിച്ചിട്ട് എന്നിട്ട് അവനെ പഠിപ്പിച്ചില്ലായിരുന്നു. ഇവൻ വന്നിട്ട് പറഞ്ഞു, എടാ നിൻ്റെ ചേട്ടൻ എന്നെ പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ അമ്മയും പറഞ്ഞു, ഇങ്ങനെ ചെയ്തില്ല, എനിക്കൊന്ന് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. ശരി നീ വാ ഞാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞ് ഞാൻ ഇവനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അന്ന് ഈ ലാംബി സ്കൂട്ടറിലൊക്കെ ഇങ്ങനെയൊക്കെ റേസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ലൈറ്റൊക്കെ വരുള്ളൂ. ഞാനിത് എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരു 6 മണിയായിട്ടുണ്ട്. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഒരു 6:30 മണിയായി.
അപ്പോഴത്തേക്ക് ലൈറ്റൊന്നും ഇല്ല. അപ്പോൾ ഇവനെ ഓടിക്കുകയാണ്, പുറകിൽ ഞാനിരുന്ന് നിയന്ത്രിക്കുന്നു. റേസ് ചെയ്യിടാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവൻ നല്ല റേസ് ചെയ്തു. പക്ഷേ ഇവൻ ക്ലച്ചിൽ നിന്ന് കൈയെടുത്തില്ലായിരുന്നു. അതിന് വണ്ടി അവിടെ തന്നെ വന്നു. അപ്പോൾ ഈ ഇരച്ച് മൂളി ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഒരു മതിലിൻ്റെ അവിടെ ചെന്ന് വണ്ടി മറിഞ്ഞു വീണു. ഫ്രണ്ടിലിരുന്നവനൊന്നും പറ്റിയില്ല. അത് ഓടിക്കാൻ പഠിച്ചവനൊന്നും പറ്റിയില്ല. പഠിപ്പിക്കാനിരുന്ന ആശാന്റെ കൈ ഒടിഞ്ഞു. കൈ നല്ല നീര് വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കൈ ഒടിഞ്ഞു എന്നുള്ളത്. അപ്പോൾ എനിക്ക് നല്ല വേദന എടുത്തിരുന്നു. അപ്പം അങ്ങനെ ആദ്യമായിട്ട് ജീവിതത്തിൽ കൈ ഒടിഞ്ഞ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ആ ഓർമ്മ മനസ്സിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ആ ഒരു ആക്സിഡന്റ് ആയിരുന്നു നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ട് ഡബ് ചെയ്തപ്പോൾ കിട്ടിയ ആ ഒരു പെയിനിന്റെ റെഫറൻസ് ഇതായിരുന്നു. അപ്പൊ അങ്ങനെ കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഓക്കെ, ഇതാണ് ഇങ്ങനെ കരയാനാണ് എന്നോട് പറഞ്ഞു. അപ്പൊ അതിനു മുമ്പ് കുറെ 10-20 പ്രാവശ്യം കരഞ്ഞിട്ടും റെഡിയായില്ല. ഇതുപോലെ കരയാനാണ് എന്നോട്. ഇപ്പൊ ഇവിടെ നിനക്ക് കരച്ചിൽ വന്നത് ഇതാണ് നീ മനസ്സിലാക്കേണ്ടത്. അപ്പം വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ ഒന്നും പഠിക്കാനൊന്നും ഇല്ലല്ലോ ഡബിങ്ങിനന്ന്. ഇതാണ് നീ പഠിക്കേണ്ടത്. ഡബിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. അല്ലാണ്ട് എല്ലാവരും ഡബ് ചെയ്യുന്നത് കണ്ടു നിന്നാൽ നിനക്ക് ഒരിക്കലും ഡബിങ് പഠിക്കാൻ പറ്റില്ല. ഡബിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇതുപോലത്തെ പല കാര്യങ്ങളും ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നീ ഇതൊക്കെ കണ്ട് പഠിക്കണം, മറ്റുള്ളവർക്ക് ഉണ്ടായത് എങ്ങനെ. ഇത് ജീവിതത്തിലുണ്ടായ സാധനങ്ങളെ സ്ക്രീനിലിരിക്കുന്ന കഥാപാത്രങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമ്പോഴാണ് നമ്മുടെ ഡബ്ബിങ് പൂർണ്ണമാകുന്നത്. ഇപ്പം എൻ്റെ കരച്ചിൽ കറക്റ്റായി, നീ വന്ന് കേട്ട് നോക്ക് എന്ന് പറഞ്ഞ് പുള്ളി എന്നെ കേൾപ്പിക്കുക കൂടി ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കൊള്ളാമല്ലോ സംഭവം, നമുക്കത് ഒരു ട്രാക്കിലേക്ക് വരാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് മനസ്സിലായി. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ അതായിരുന്നു. ആ ഒരു സാധനത്തിൽ നിന്ന് അതൊരു വലിയ സർവകലാശാലയായിരുന്നു. വീരമുദ്ര എന്ന് പറഞ്ഞ ആ ഒരു ഷോർട്ട് ഫിലിം, അതിൻ്റെ ഡബ്ബിങ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു സർവകലാശാലയായിരുന്നു. അപ്പോൾ ആ ഒരു 2-3 ദിവസം ഞാൻ അവിടെ ആയിരുന്നു ഇതൊക്കെ ചെയ്തത്. അപ്പോൾ അന്ന് എല്ലാവരും ഒരു നല്ല പ്രോത്സാഹനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പല കഥാപാത്രങ്ങളുടെയും ആൾക്കാർ ഡബ് ചെയ്യുന്നതൊക്കെ കണ്ടു പഠിച്ചത് കൊണ്ട് അതിൽ നിന്നാണ് എൻ്റെ ബേസ്, ഡബ്ബിങ്ങിൻ്റെ ബേസ് തുടങ്ങുന്നത്. ആ ചെയ്ത പോർഷൻ അല്ലെങ്കിൽ ആ ഒരു വർക്ക് ഓർമ്മയുണ്ടോ? അതൊന്നും കൃത്യമായിട്ട് ഓർമ്മയില്ല. എങ്കിലും വിഷ്വലായിരുന്നു കൂടുതലും എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. പിന്നെ കുറേ അലർച്ചകളും കാര്യങ്ങളാണ്. ഒരുപക്ഷെ ഞാനതിപ്പോൾ ഇവിടെ വെച്ച് അത് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ക്യാരക്ടറിൻ്റെ ഒരു ഫേസ് ഇല്ലാതെ അത് എത്രത്തോളം ഇൻസിഡന്റ് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, മനസ്സിൽ കൂടി മാഞ്ഞു പോയത്. അതേപോലെ നമ്മളിപ്പോ ഒരു ഫിലിമിൽ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ പല ആൾക്കാരും പല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവരായി ആ ക്യാരക്ടർ റോള് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ആ ഒരു ഫിലിമിന്റെ ആ ചിത്രീകരണ സമയം ആ മുഴുവൻ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നും മാറി നിൽക്കുമ്പോൾ പോലും ആ ഒരു ക്യാരക്ടർ അവരുടെ ഉള്ളിൽ കുറേ കാലം നിറഞ്ഞു നിൽക്കുന്നു. അതുപോലുള്ള അനുഭവം ഉണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ ഒരു കഥാപാത്രം, ഒരു മെഗാ സീരിയൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സിനിമ ആയിക്കോട്ടെ, നമ്മൾ ഡബ് ചെയ്യുമ്പോൾ കുറച്ച് ദിവസത്തേക്കെങ്കിലും നമ്മൾ ആ ഒരു ആളായി മാറുക എന്നുള്ളൊരു സംഭവമുണ്ട്. ഈവൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു മൊബൈൽ ഫോണിൽ ഒരു കോള് വന്നാൽ പോലും പിന്നീട് ഒരു ബ്രേക്ക് എടുത്തിട്ടേ നമുക്ക് ഡബ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം പിന്നീട് നമ്മൾ ആ ഒരു എന്താ പറയുക, ആ കഥാപാത്രത്തിലേക്ക് മനസ്സും ശരീരവും നമ്മൾ അർപ്പിക്കുക എന്നുള്ളൊരു സംഭവത്തിലേക്ക് മാറിക്കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഡബ്ബിങ് റെഡിയാകും. നേരത്തെയൊക്കെ അതിന് മുമ്പത്തെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു കഥാപാത്രത്തിന് ഡബ് ചെയ്തുകൊണ്ടിരിക്കുക, ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, ഒരാൾ വന്ന് നമ്മളെ ഒന്ന് വിളിച്ചു, അല്ലെങ്കിൽ ഇതേ പ്രവീണിനെ വിളിക്കണ്ടിട്ട് ഒന്ന് പുറത്തേക്ക് വരും, അല്ലെങ്കിൽ ഇവിടെ ഒരു കോള് വന്നു, അന്ന് ലാൻഡ് ഫോണിലേക്ക് കോള് വന്നു. അപ്പോൾ നമ്മൾ ആ കോളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് സാധനം പോയിട്ടുണ്ടാവും. പിന്നെ വീണ്ടും നമ്മൾ അതിലേക്ക് വരാനായിട്ട് നമ്മൾ ഒരു ബ്രേക്ക് എടുക്കണം. അപ്പോൾ ആ ബ്രേക്ക് എടുക്കണം, അങ്ങനെ അത് കഴിഞ്ഞാലാണ് നടക്കുകയുള്ളൂ. ഇതൊക്കെ അറിയാവുന്ന ഡയറക്ടേഴ്സിൻ്റെ ഒപ്പം അല്ലെങ്കിൽ അറിയാവുന്ന പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ആൾക്കാരുടെ ഒപ്പം നിന്ന് നമ്മൾ ഡബ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര കാമൻ പറ്റും. കാരണം നമ്മുടെ മൈൻഡ് എങ്ങോട്ടാ പോണത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് എനിക്കൊരു മാത്യു പോൾ സാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മരിച്ചുപോയി. മഴ കുട എന്ന് പറഞ്ഞ ആ ഒരു പാട്ടും പരസ്യമൊക്കെ ചെയ്ത് ഇതെവിടുന്ന ആലപ്പാട് ഫാഷൻ ജ്വല്ലറി എന്ന് പറഞ്ഞ ജീവിതത്തിൽ, അത് മലയാളത്തിൽ കേരളക്കരയിൽ ആദ്യത്തെ പരസ്യം ചെയ്ത ആളാണ് അദ്ദേഹം. ആദ്യമായിട്ട് മലയാളത്തിൽ പരസ്യം ചെയ്ത ആളാണ്. കാരണം അന്ന് പരസ്യ സംവിധായകരൊന്നും ഇല്ലെന്നാണ് കേട്ടേക്കണം. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഈ പരസ്യം കണ്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിൽക്കാലത്ത് മീൻസ് ഞാൻ ഡബ്ബിങ്ങിലേക്ക് വന്നതിന് ശേഷമുള്ള കുറേ പരസ്യങ്ങളിൽ എനിക്ക് വോയിസ് ഓവർ പറയാനും അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് വർക്ക് ചെയ്യാനൊക്കെ സമയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബ്ബിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ആയിരിക്കില്ല സംസാരിക്കുന്നത്. ഒന്നിരുന്ന് കുറേ വർത്തമാനങ്ങളും തമാശകളും ചിരികളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു വരിയോ 2 വരിയോ ഒക്കെ അദ്ദേഹത്തിന് വേണ്ടി ഡബ് ചെയ്യാനുണ്ട്. നമ്മളെ മാക്സിമം ഇപ്പം നമ്മൾ വരുന്നത് നല്ല മൂഡിലാണോ ചീത്ത മൂഡിലാണോ ഇതൊന്നും പുള്ളി നോക്കില്ല. പുള്ളി നമ്മളെ നല്ല കംഫർട്ടാക്കും പുള്ളി. അപ്പോൾ ഈവൻ ചിലപ്പോൾ നമ്മളവിടെ ഭയങ്കര സെൻറ്റിയായിട്ട് ചെല്ലുമായിരിക്കും ചിലപ്പോൾ. അങ്ങനെയാണെങ്കിൽ പോലും പുള്ളിയുടെ അടുത്തെത്തി കഴിയുമ്പോഴത്തേക്കും പുള്ളി നമ്മളെ കംഫർട്ടാക്കും. എനിക്ക് തോന്നുന്നു ആ ഒരു കഴിവ് എല്ലാ ഡയറക്ടേഴ്സിലും ഞാൻ കണ്ടിട്ടില്ല. വളരെ ചുരുക്കം ചില ആളുകളിൽ മാത്രമേ ഞാനത് കണ്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ അടുത്ത് പോയി വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ മാക്സിമം നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ നേരെ മറിച്ച് നമ്മൾ നല്ല മൂഡിൽ ഡബ് ചെയ്യാനായിട്ട് കയറി ചെല്ലുമ്പോൾ
അവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മളെ നെഗറ്റീവ് ആക്കുകയും ചെയ്യുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവരവരുടെ ആ ഒരു നേച്ചറിൽ തന്നെ ആയിരിക്കും അവർ നമ്മളോട് സംസാരിക്കുന്നത്. അതിൻ്റെ പരിണത ഫലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് മോശമാവും. ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മൈൻഡും അതുപോലെ നമ്മുടെ ഒപ്പം ഇരിക്കുന്നവരുടെ മൈൻഡിനെയും ആശ്രയിച്ചിരിക്കും നമ്മുടെ ശബ്ദം എന്ന് മനസ്സിലാക്കണം. നേരെ മറിച്ച് നമുക്കിത്തിരി തൊണ്ടടഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഐസ്ക്രീം കഴിച്ചു, നമ്മൾ ചൂടുവെള്ളം കുടിച്ചില്ല, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചു, ഇതുകൊണ്ട് നമ്മുടെ തൊണ്ട ഇടയണം, അല്ലെങ്കിൽ തൈര് കഴിച്ചു, ഇതുകൊണ്ട് നിങ്ങളുടെ തൊണ്ട ഇടയണം, അല്ലെങ്കിൽ ഇതുകൊണ്ട് നിങ്ങളുടെ ശബ്ദം ഓഡിയബിൾ അല്ലാതായി മാറണം എന്നൊന്നും നിർബന്ധമില്ല. നിങ്ങളുടെ മൈൻഡ് എത്രത്തോളം ഹാപ്പി ആയിരിക്കുന്നോ അതിനനുസരിച്ച് മാത്രമാണ് നമ്മുടെ ശബ്ദവും നന്നാവുള്ളൂ. അതിനനുസരിച്ച് നമുക്ക് കഥാപാത്രങ്ങളായിട്ട് മാറാനും സാധിക്കുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊരു വലിയ തിയറിയൊന്നുമല്ല, അത് എൻ്റെ മാത്രം തിയറിയാണ്. പക്ഷെ അങ്ങനെയാണെന്ന് തോന്നുന്നു. അത് തന്നെയായിരിക്കും അതിന്റെ ശരി. എനിക്ക് തോന്നുന്നു എവരി ഹ്യൂമൻ ബീങ് എല്ലാവർക്കും ഇത് തന്നെ ആയിരിക്കാം ഒരു കാരണമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ? ആ ഒരു സർക്കംസ്റ്റാൻസ് എന്തായാലും അതിനൊരു പ്രചോദനമായി തീരുന്നു. അതെ 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 അതെ. നമ്മൾ നമ്മളിരിക്കുന്ന ആ ഒരു ചുറ്റുപാടും നമ്മളുടെ അടുത്തിരിക്കുന്ന ആളുകളുടെ നമ്മുടെ അടുത്തിരിക്കുന്ന ആളുകൾ. ചില ആൾക്കാരുണ്ട് ഇപ്പൊ ഡബ് ചെയ്യിപ്പിക്കും. ഉദാഹരണമായിട്ട് നമ്മളൊരു സംഭവം ഡബ് ചെയ്തു, പാട്ട് പാടേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങളത് പാട്ട് പാടാതെ പറയൂ. അയാൾക്കത് അങ്ങനെ അല്ലാതെയും വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു തരാം. പക്ഷെ അയാൾക്കത് പറഞ്ഞു തരാൻ അറിയില്ലാത്തത് കൊണ്ടാണ് അയാൾ നമ്മളോട് പാട്ട് പാടണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മളെന്തോ നമ്മുടെ മാനസികമായിട്ട് നമ്മളങ്ങോട്ട് ഡൗൺ ആവുകയാണ്. ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മൾ ഡൗൺ ആവുകയാണ്. അപ്പോൾ അതിൻ്റെ ബലം എന്താ? ഒരു പ്രൊഫഷണൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ കൂടിയും, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ആണെങ്കിൽ കൂടിയും അയാൾ ഉദ്ദേശിച്ചൊരു ഔട്ട്പുട്ട് ആ വർക്കിന് കിട്ടണമെന്നില്ല. അപ്പം നമ്മൾ ഡബ്ബ് ചെയ്തു ഇറങ്ങിപ്പോന്നു. എങ്ങനെയുണ്ടെന്ന് പറക്കും, എടാ ഞാൻ ചെയ്തു ഒപ്പിച്ച് പോകുന്നു, പക്ഷെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വന്നില്ലടാ എന്ന് പറയും. ഞാൻ പറയുന്നത് മണി മോട്ടീവ് അല്ലാത്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റിൻ്റെ കാര്യമായിട്ടാണ്. നേരെ മറിച്ച് ഡബ്ബ് ചെയ്യുക, പൈസ ഉണ്ടാക്കുക, ഡബ്ബ് ചെയ്യുക, പൈസ ഉണ്ടാക്കുക, വോയിസോടെ കൊണ്ട് വയ്ക്കുക, പൈസ മേടിക്കുക, ഇതിനും ഇത് മാത്രമല്ലല്ലോ. പക്ഷെ അങ്ങനെ മാത്രം ചെയ്താൽ നമുക്ക് അധികം നാളിപ്പം എന്നെ സംബന്ധിച്ചാൽ ഞാനൊരു അറൗണ്ട് 25 years ആയി ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നു. ഞാൻ ഒരിക്കലും പൈസയല്ല ഞാൻ വെരി ഫസ്റ്റ് എനിക്ക് എത്ര പൈസ കിട്ടുമെന്നല്ല ഞാനൊരു വർക്കിന് വിളിക്കുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കാറുള്ളത്. എനിക്ക് തോന്നുന്നു അങ്ങനെ ചോദിച്ചിട്ടുള്ളവരൊക്കെ ഒരുപാട് പേര് മാഞ്ഞു പോയിട്ടുണ്ട് ഈ മേഖലയിൽ. ഒരുപാട് പേരുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവർക്ക് എത്ര പൈസ കിട്ടും എന്ന് മാത്രം ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നവരെ ഒരുപക്ഷെ ഈ ഫീൽഡിൽ പിടിച്ചേക്കാൻ പറ്റുന്നിരിക്കില്ല. അപ്പോൾ എനിക്ക് അങ്ങനെയായിരുന്നു. എനിക്ക് പൈസയേക്കാളുപരി വൃത്തിയാക്കാം. പിന്നെ പ്രതിഫലം മസ്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾ ഒരിക്കലും ഫ്രീ ഓഫ് കോസ്റ്റിലല്ല ഡബ് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ എങ്കിൽ തന്നെ പൈസ മാത്രം പ്രതീക്ഷിച്ച് വരുന്നതും ഈ ഔട്ട്പുട്ട് നന്നാവുക, അല്ലെങ്കിൽ അതിൽ ത്രില്ലാവുക, അതിൽ ത്രില്ലടിച്ച് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേറെ ഫീലാണ്. ഞാൻ രണ്ടാമത്തെ കാറ്റഗറി ആയിരുന്നു. അതെ 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 അതെ. എനിക്കിപ്പോഴും എല്ലാവരും പറയണം, ഇപ്പം ഇപ്പോഴും സിനിമ കാണാൻ പോകുമ്പോഴും ഞാൻ ഇൻ്റർവെല്ലിൽ ഇറങ്ങി പോവില്ല. കാപ്പി മേടിക്കാനോ പോപ്കോൺ മേടിക്കാൻ വേറെ ആരെങ്കിലും പോകാൻ പറയും, പ്ലീസ് എനിക്ക് എൻ്റെ പരസ്യം ചിലപ്പോൾ വന്നാലോ, എനിക്ക് എൻ്റെ പരസ്യം കേൾക്കണം. പിന്നെ അതൊരു വലിയ കാര്യം തന്നെ. അപ്പോൾ എൻ്റെ ശബ്ദം എനിക്കിപ്പോഴും കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഞാൻ ഈ ഫീൽഡിൽ ഈ ഒരു മേഖലയിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നത്. കാരണം നമുക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടാലേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നില്ലേ? അതേപോലെ തന്നെ നമ്മളാദ്യം നമ്മുടെ വോയിസിന് ഇഷ്ടപ്പെടണമല്ലോ. അതെ 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 അതെ. പിന്നെ എന്താ പറയുക, പലരും പറയുന്നുണ്ട് ഇത്ര നാളായില്ലേ അതിനകത്ത് തന്നെ നിൽക്കുന്നു, മാറ്റി പിടിക്കാറായിട്ടില്ലേ, വേറെ നോക്കാറായിട്ടില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷെ എന്തോ അതിന് സാധിക്കുന്നില്ല. മടുപ്പ് തോന്നിയിട്ടുണ്ടോ? മടുപ്പ് തോന്നുന്നു. ചില ആളുകൾ ഇങ്ങനെ വന്ന് പറയും, എന്താ പറയുക, നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് അതിലേക്ക് പോകണ്ടായി, ഇത് മറ്റേതിലേക്ക് പോകണ്ടായി, നിങ്ങളുടെ വോയിസ് ഒരുപാട് യൂസ് ചെയ്തല്ലോ, ഒരുപാട് യൂസ് ചെയ്യപ്പെട്ടല്ലോ. അപ്പോൾ നമുക്ക് നമ്മളെ ഇവർക്ക് ആകുന്നൊരു കാലം വരുമല്ലോ, അപ്പോൾ നമ്മൾ സ്വിച്ച് ചെയ്യേണ്ട സമയമായില്ലേ എന്നൊക്കെ ചില സമയത്ത് എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യാൻ ഇനിയും ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോൾ ഞാൻ അങ്ങനെ അല്ല, എന്നെ സംബന്ധിച്ചാൽ ഞാൻ ഒരുപാട് നെഗറ്റീവ് ആകുമ്പോൾ ഞാൻ ചെയ്യാറുള്ള പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന് മാത്രമല്ല ഒരുപാട് മറ്റു കഥാപാത്രങ്ങൾക്കൊക്കെ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പം മീൻസ് എനിക്ക് അങ്ങനെയുള്ള കഥാപാത്രങ്ങൾക്ക് ഞാൻ ഡബ് ചെയ്തേക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കഥാപാത്രം ഞാനാണെന്ന് അറിയാതെ പോലും അങ്ങനെ അതുപോലെ പല വെറൈറ്റി. അപ്പോൾ ഇതിൻ്റെയൊക്കെ കമൻസ് വായിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര, നമ്മൾ മൊബൈൽ എടുത്തിട്ട് നമ്മളെക്കുറിച്ച് തന്നെ നമ്മളെ അറിയുപോലില്ലാത്ത ആൾക്കാർ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും കമൻസ് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എൻത്യൂസിയാസം തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ നിർത്തിയേക്കാം, വേറെ എന്തെങ്കിലും പരിപാടി നോക്കാമെന്ന് വിചാരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് വീണ്ടും ഒരു മോട്ടിവേഷൻ കിട്ടും, നമ്മൾ വീണ്ടും രാവിലെ ഡബിങ്ങിനായിട്ട് ഇറങ്ങും. ഇതാണ്, അങ്ങനെയാണ്. ഒരിക്കലും ഒരു കലാകാരൻ്റെ ജീവിതം ഫുൾ ടൈം ഹാപ്പി ആയിരിക്കില്ല. അത് എസ്പെഷ്യലി ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിൻ്റെ ലൈഫ് ഒരിക്കലും എപ്പോഴും ഫുൾ സന്തോഷവാനായിട്ടിരിക്കില്ല. കാരണം നമ്മളൊരു യൂണിവേഴ്സിറ്റിയിലും പോയി പഠിച്ചൊരു സംഭവമല്ല ഇത്.
അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചിറങ്ങി ഉടനെ തന്നെ ജോലി കിട്ടി എന്നൊക്കെ പരസ്യത്തിൽ പറഞ്ഞ പോലത്തെ ഒരു പരിപാടി അല്ല ഇത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇതിനകത്ത് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് നിൽക്കുന്നത്. ചിലപ്പോൾ ഒരുപാട് അപ്പ് ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതലും ഡൗൺസ് തന്നെയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. അവിടെ നിന്ന് പതച്ച് കയറുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇതിനകത്ത് നിലനിന്ന് പോകാനുള്ള ഒരു പരിപാടി. അതെ. പിന്നെ അതേപോലെ പറഞ്ഞു 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് പറഞ്ഞു. അതിൽ ആദ്യം കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഇപ്പോഴും കൂടെ ഉണ്ടോ? അങ്ങനെ ഈ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. സിനിമയിൽ ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കാതെ പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കൂട്ടുകാർക്ക് യാതൊരുവിധ പ്രാധാന്യമില്ലാത്തൊരു സ്ഥലമാണ് സിനിമ. സിനിമ എന്ന് പറഞ്ഞാൽ സിനിമാക്കാരാണ്. എത്ര കൂട്ടുകാരാണെങ്കിലും അത് സിനിമാക്കാരാണ്. സിനിമാക്കാരും കൂട്ടുകാരും തമ്മിൽ ഡിഫറൻസ് ആണ്. കാരണം ഇപ്പം നമ്മളെ വേണമെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഹെൽപ്പ് ഇപ്പോൾ നമ്മൾക്കറിയാവുന്ന ഒരു ആളോട് നമ്മളൊരു ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ പൈസ കൊണ്ട് ചിലപ്പോൾ ഒരു ഹെൽപ്പ് ചെയ്യാന്ന് പറയും. പക്ഷെ ഒരു വർക്ക് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഒപ്പം അല്ലെങ്കിൽ അങ്ങനെ കാണില്ല അവർ. അതെന്താണെന്ന് എനിക്കറിയില്ല. അത് ഈ കാലമല്ല, പണ്ട് കാലം തൊട്ടേ സിനിമ ഇങ്ങനെ ആയിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ എനിക്കത് വിശ്വസിക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഫോർമുലയിൽ അവരും വിശ്വസിക്കുന്നത് കൊണ്ടാവാം നമുക്കിങ്ങനെ ഉണ്ടായെന്ന് നമ്മൾ വിചാരിക്കുന്നു. അതുകൊണ്ട് അതായത് ഒരാളുടെ അഭാവത്തിൽ മറ്റൊരാൾക്ക് വർക്കാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് എങ്ങനെ ഒരാളുടെ അഭാവത്തിൽ മറ്റൊരാൾക്ക് വർക്ക് അവിടെ ലഭിക്കുന്നത് കൊണ്ടായിരിക്കാം. അല്ല, അങ്ങനെയല്ല. ഇപ്പൊ എന്നോട് ചോദിച്ചെന്തായിരുന്നു എന്തായിരുന്നു ചോദിച്ചത്? ആദ്യമേ ഉണ്ടായിരുന്ന ആൾക്കാർ ഇപ്പോഴും കൂടെ ഉണ്ട്. കുറച്ചു പേരൊക്കെ ഉണ്ടായിരുന്നു, കുറച്ചുപേരൊക്കെ വേറെ മേഖലകൾ, ഈ സിനിമയിൽ തന്നെ വേറെ മേഖലകളിലുണ്ട്. അപ്പൊ ചേട്ടൻ പറഞ്ഞു ഫിലിം ഫീൽഡിൽ അങ്ങനെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാം. കാണുമ്പോൾ നമ്മൾ എല്ലാവരോടും ഫ്രണ്ട്ഷിപ്പ് കൂടുന്നുണ്ടാവും. ആ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കെയർ ഓഫിൽ സിനിമയിൽ ആരെയും ഹെൽപ്പ് ചെയ്യില്ലെന്ന് ഞാൻ പറഞ്ഞത്. കാരണം അവർക്ക് എൻ്റെ ഒരു ഫ്രണ്ടാണ്, ആ ഫ്രണ്ടിനെ ഞാൻ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അവസരം നഷ്ടപ്പെടുന്ന മാത്രമല്ല അവർക്ക് എന്തോ അത് പണ്ട് തൊട്ടേ പല സിനിമകളിൽ ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു സുഹൃത്തിനെ ഒരു സിനിമയിൽ പങ്കെടുപ്പിക്കാനായിട്ട് വേറെ സുഹൃത്തിനെ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെക്കാൾ ഉപരിൽ അവർ അപരിചിതരെയാണ് അവർ കൺസിഡർ ചെയ്യുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരുപാട് സിനിമ സംവിധായകരായ സുഹൃത്തുക്കളുണ്ട്. ഞാൻ എനിക്ക് വേണ്ടി ഒരിക്കലും അവരുടെ അടുത്ത് ഈ ഒരു ഫോർമുല എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് വേണ്ടി അവരുടെ അടുത്ത് ഒരിക്കലും ചാൻസ് ചോദിച്ചിട്ടില്ല ഇതുവരെ. ഞാൻ മറ്റുള്ള അപരിചിതരായ ആൾക്കാരെ അടുത്ത് പറയും, നിന്റെ കൂട്ടുകാരനല്ല ഇന്നയാള്, എനിക്ക് വേണ്ടി ഒരു ചാൻസ് ചോദിക്കുന്നത്. ഞാൻ അവർക്ക് വേണ്ടി ചാൻസ് ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ എനിക്ക് വേണ്ടി ചാൻസ് ചോദിക്കാറില്ല. ചിലപ്പോൾ അവർക്ക് ഈ ഒരു ഫോർമുലയിൽ അവരും വിശ്വസിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് വിഷമാവില്ല നമ്മൾ ചോദിച്ചു ചെയ്യുമ്പോൾ നമുക്ക് തരാൻ പറ്റാതിരുന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ ചോദിക്കാറില്ല. ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് ചോദിക്കാറുണ്ട്, എനിക്ക് വേണ്ടി ചോദിക്കാറില്ല. അതേപോലെ ഇപ്പോൾ എല്ലാവരും അറിയപ്പെടാൻ തുടങ്ങിയല്ലേ, ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോഴും കൂടുതൽ ആളിലേക്ക് ഹരിശ്രീ പ്രവീൺ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി അറിയപ്പെടാൻ തുടങ്ങി. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഓ അവനിപ്പം വന്ന വഴി മറന്നു, ഇപ്പൊ ഭയങ്കര അഹങ്കാരായി മാറി? മേ ബി ഞാൻ കേൾക്കെ പറയാനായിട്ടുണ്ട് ഒരു കാരണം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഇന്നും ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി തേടി വരുന്ന ഒരാളെ, അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്ത് ആൾക്കാർ ഞാൻ കഥ എഴുതിയിട്ടുണ്ട് ഒന്ന് കേൾപ്പിക്കാമെന്ന് ചോദിച്ചാൽ പോലും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എനിക്ക് വേണ്ടി ശ്രമിക്കാറില്ലെങ്കിലും ഞാൻ അവർക്ക് വേണ്ടി ശ്രമിക്കും. ഇപ്പം ലാലേട്ടന് ഉദ്ഘാടനം കൊണ്ട് തരാമോ എന്ന് ചോദിച്ചാൽ പോലും ഞാൻ അതിൻ്റെ പടി വരെ പോകും. എനിക്കറിയാൻ കിട്ടില്ലെന്ന് ഞാൻ ശ്രമിക്കാതിരിക്കില്ല. ഡബ്ബിങ്ങിന് അവസരം തരാവുന്ന ഒരാൾ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് എൻ്റെ ഫോണിലേക്ക് വിളിച്ച് ചോദിച്ചാലും ഞാൻ അയാളെ ഒരു സ്റ്റുഡിയോ വരെ ഞാൻ എത്തിക്കും. ഞാനത് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തലമറന്ന് എണ്ണ തേക്കുന്നവനാണ് എന്ന് പറയേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കാറുള്ളതും ഏറ്റവും കൂടുതൽ ഇടപെടാറുള്ളതും സിനിമയിലോ അല്ലെങ്കിൽ ഇതിലോ വരാത്ത എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ഫീൽഡിൽ വന്നിട്ട് സക്സസ് ആകാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ അവരായിട്ട് എപ്പോഴും സംസാരിക്കാറുണ്ട്. നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഹെൽപ്പ് അവർക്ക് വേണ്ടി ചെയ്യാറുണ്ട്. പിന്നെ ഓരോന്നും ഓരോ വിധിയാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഈ ഫീൽഡിൽ എത്തിപ്പെട്ടതിന് ശേഷം ഭയങ്കരമായിട്ട് മനസ്സിനെ വേദനിപ്പിക്കുന്ന ഏതെങ്കിലും നിറയെ സംഭവമുണ്ട്. അതിപ്പോൾ എന്നെ സംബന്ധിച്ചാലും ഞാൻ ഇത്തിരി വിഷമം കൂടുതലുള്ള ഒരാളായതുകൊണ്ട് ആവാം എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരുപാട് നമുക്ക് ഒരാളെ ഇപ്പോൾ നമ്മൾക്ക് ഒരാളെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാനൊരു ആർട്ടിസ്റ്റിന് വേണ്ടി ഡബ് ചെയ്യാൻ പോയി. ഈ ആർട്ടിസ്റ്റ് വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ഇവരെ തങ്ങൾ മുതലെടുത്തു. ഈ സംവിധായകനും അതുപോലെ തന്നെ ഇന്ന ആൾക്കാർ തങ്ങൾ മുതലെടുത്തു. ഞാൻ ഒരു ദിവസം 2 ദിവസം നിന്നിട്ട് എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ മാക്സിമം ഞാൻ നിന്ന് അതിന് ഡബ് ചെയ്തു. ഞാൻ സ്ഥിരമായി ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ സൗണ്ടാണ് കൊടുക്കുന്നത്. ഞാൻ ഡബ് ചെയ്തു. ഇവരെന്ത് ചെയ്തു? ഇവരിത് ഈ ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള ഒരു കൺസിഡറേഷനിൽ ഇവരെന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരെനിക്ക് ഒരു ദിവസം
നമ്മുടെ വീടുകളിൽ വരുന്ന ഒരു അതിഥി തൊഴിലാളിക്ക് കൊടുക്കുന്ന പൈസ പോലും ഇല്ലാത്തൊരു തുക എടുത്തിട്ട് എൻ്റെ നേരെ നീട്ടിയിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. അവിടെ വെച്ച് എൻ്റെ വിധം മാറി. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഈ പൈസ തരുന്നത് എനിക്ക്? അല്ല, കൺവീൻസ് മാത്രം മതി എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. ആര് പറഞ്ഞിരിക്കുന്നു? ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, ഇതിൻ്റെ പേരിലൊരു പ്രശ്നമുണ്ട്. ഞാൻ ആര് പ്രശ്നം ഉണ്ടാക്കി? ഞാൻ പ്രശ്നം ഉണ്ടാക്കുകയല്ലേ ഇത്. ഇപ്പോൾ ഗൂഗിൾ പേ വഴി ചെയ്യാനാണ്. എൻ്റെ ഗൂഗിൾ പേയിലേക്ക് നിങ്ങൾ ഇതിനു വേണ്ടി പൈസ ഇടരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് പൈസ തരാം. എന്തിന്? ഇത്രയും നേരം നിങ്ങളുടെ ഈ സ്റ്റുഡിയോ വിനിയോഗിച്ച് ഞാൻ ഡബ് ചെയ്തതിന്. പക്ഷേ എനിക്ക് നിങ്ങളുടെ പൈസ വേണ്ട. ഒരു കാര്യമുണ്ട്, എൻ്റെ ശബ്ദം ഈ സിനിമയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ ശബ്ദത്തെയോ അല്ലെങ്കിൽ എൻ്റെ കരിയറിനെയോ ബഹുമാനിക്കാത്ത ഒരുത്തൻ്റെ സിനിമയിൽ എൻ്റെ ശബ്ദം വേണ്ട. അല്ല, അതെങ്ങനെ പറഞ്ഞാൽ ശരിയാവണമെന്ന്. അത് ഞാൻ പറഞ്ഞാൽ ശരിയാവും സുഹൃത്തെ. എൻ്റെ ശബ്ദം നിങ്ങളിനി എത്ര കോടി നിങ്ങൾ തരാമെന്ന് പറഞ്ഞാലും എത്ര ലക്ഷം തരാമെന്ന് പറഞ്ഞാലും എൻ്റെ ശബ്ദം നിങ്ങളുടെ സിനിമയിൽ വേണ്ട. എൻ്റെ ശബ്ദം നിങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് എത്ര രൂപ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് തരാമെന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഷിവറിയുണ്ട്, എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്. ഇതൊന്നും പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മൽപ്പിടുത്തം നടത്താൻ പറ്റില്ലല്ലോ. ഞാൻ വണ്ടിയിൽ കയറിയിരുന്നിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞു. എനിക്ക് അയാളെ പിടിച്ചൊന്നും ഇടിക്കാൻ പറ്റിയില്ല, അയാളുടെ കരണത്തിടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്നെ അപമാനിച്ചവരോട് എനിക്കൊന്നും തിരിച്ചു പറയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് സങ്കടം വന്ന് ഞാൻ വണ്ടിയിൽ നിന്ന് കരഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഇതൊക്കെ ഈ ഫീൽഡ് ഇങ്ങനെയൊക്കെയാണ്. എനിക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള എനിക്കിങ്ങനെ സംഭവിക്കുമ്പോൾ പുതുതായിട്ട് വരുന്നവർക്കൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞില്ല, മാനസികമായിട്ട് നമ്മളെ ടോർച്ചർ ചെയ്യുന്ന ഒരു വിഭാഗം നെഗറ്റീവ് ആളുകളുണ്ട് ഇപ്പോഴും ഈ ഫീൽഡിൽ. അവരും വളരില്ല. ഞാൻ ഈ പറഞ്ഞ സംവിധായകനൊന്നും ഒരു വലിയ ഉദാത്തമായ സിനിമകളെടുത്ത ആളൊന്നുമല്ല ഞാൻ അയാളുടെ ഹിസ്റ്ററി പരിശോധിച്ചത്. ഞാൻ അയാളുടെ പേരിവിടെ പറയുന്നില്ല, കാരണം ആ പ്രൊഡക്ഷൻ കമ്പനിയുടെ സിനിമ അടുത്ത് തന്നെ റിലീസാവാനിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ്, കാരണം ഒരു സിനിമ എന്ന് പറഞ്ഞാൽ എത്രയോ പേരുടെ അധ്വാനം. വന്നോട്ടെ, ഇത്ര എനിക്ക് പറയാനുള്ളൂ. അതൊക്കെ പോട്ടെ, നമുക്ക് നല്ല ചില്ലായിട്ടിരിക്കാം. ചേട്ടന് പാട്ട് പാടാൻ അറിയോ? എനിക്ക് പാട്ട് പാടാൻ അറിയില്ല. ഇല്ലില്ല, ഞാൻ സിനിമയിലൊന്നും അങ്ങനെ എൻ്റെ ഒരു ഡബിങ്ങിന് വേണ്ടി പോലും ഞാൻ അങ്ങനെ പാട്ട് പാടാൻ ദൈവം ഈ പറഞ്ഞ പോലെ ആഗ്രഹം ഉണ്ടപ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളുടെ ഒപ്പം ഒക്കെ നിന്നിട്ട് എന്തെങ്കിലും പരിപാടിക്ക് പാടുക എന്നുള്ളതല്ലാതെ ഒരു പബ്ലിക്കിലേക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടാൻ മാത്രമുള്ള കഴിവൊന്നും എനിക്കില്ല. സംഗീതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഭയങ്കര വലിയ ദൈവികമായ ഒരു കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊന്നും എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നില്ല. എനിക്കങ്ങനെ വലിയ കാര്യമായിട്ട് സംഗീതമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ നമുക്ക് പറ്റുന്ന കഴിവുകളുണ്ടല്ലോ, മിമിക്രി ചെയ്യുമല്ലോ. മിമിക്രി ചെയ്യും, പാട്ട് പാടും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ പല പരിപാടികളും ചെയ്താണല്ലോ നമ്മൾ ഡബിങ്ങിൽ വന്നത്. ഡബിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ പാട്ടും പാടിയിട്ടുണ്ട്, നമ്മൾ മിമിക്രിയും ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ മീഡിയ ഭാരതിന് വേണ്ടി, നമ്മുടെ ഈ ഒരു ഷോക്ക് വേണ്ടി, ചാറ്റ് വിത്ത് അത്തീന ഈ ഒരു ഷോക്ക് വേണ്ടി ഒരു പാട്ട്. ഈ പാട്ട് പാടുമെന്ന് ചോദിക്കുമ്പോൾ എവിടെയും നമുക്ക് രക്ഷപ്പെട്ടു പോകാനായിട്ട് ഒരു മരുന്ന് ആയിട്ട് നമ്മൾ കയ്യിലിരിക്കുന്നൊക്കെ പറയില്ലേ, ഒരൊറ്റ മൂല്യം നിങ്ങൾ. അതുപോലെ എവിടെയും രക്ഷപ്പെട്ടു പോകാനായിട്ട് ഒരു മരുന്ന് പാട്ട് എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. അത് മെല്ലെ മെല്ലെ എന്ന് പറഞ്ഞ പാട്ടാണ്. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. ഇത്ര മനോഹരമായി പാട്ട് പാടിയിട്ടാണ് പാട്ട് പാടാൻ അറിയില്ല എന്ന് എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി. നന്നായി ആങ്കർ ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ് ഇരിക്കുന്നത്. കാരണം ഞാൻ പാടിയ പാട്ടിന് ഇത്രയും എക്സ്പ്രഷൻ ഇടേണ്ട കാര്യമുണ്ടായിരുന്നു എന്ന് ഞാൻ ഞാൻ പറഞ്ഞില്ലേ, എവിടെയെങ്കിലും രക്ഷപ്പെട്ട് പോരാനായിട്ടുള്ള ഒരു ചെറിയ ശ്രമങ്ങളായിട്ടുള്ള പാട്ടുകളൊക്കെ ഉണ്ട് കയ്യിൽ. അല്ല, ശരിക്കും പറഞ്ഞതാ, വളരെ നന്നായിട്ട് പാടി. ശരി, അപ്പൊ പാട്ടിനെയും നമുക്കിനി ഏറ്റെടുക്കാം. അതെ അതെ അതെ. പിന്നെ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മൾ ഡബിങ്ങിന്റെ ആവശ്യമായി ബന്ധപ്പെട്ട സമയത്തൊക്കെ ഇങ്ങനെ മൂളിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഒരു എന്താ പറയാ, ഒരു ചിട്ടയായ രീതിയിൽ സംഗീതം പഠിക്കുകയോ അല്ലെങ്കിൽ പാട്ട് പാടുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇനി അതുപോലെ മിമിക്രി ആയിരിക്കുമല്ലോ നമുക്കൊരു വഴിത്തിരിവായത് അല്ലേ? തീർച്ചയായിട്ടും മിമിക്രി ഒരു വഴിത്തിരിവ് തന്നെയായിരുന്നു. മിമിക്രി വഴിത്തിരിവ് ആയതുകൊണ്ട് തന്നെയാണ് ഡബിങ്ങിലേക്ക് വന്നത്. യൂണിവേഴ്സിറ്റി വിന്നറായിരുന്നു 1996, 97, 98 കാലഘട്ടങ്ങളിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ മിമിക്രിയിൽ വിന്നറായിരുന്നു. 3 വർഷം അടുപ്പിച്ച്. തലയിലുപറമ്പ് ദേവസ്വം ബോർഡ് കോളേജിലാണ് പഠിച്ചത്.
ആ ഒരു മിമിക്രിയിൽ നിന്ന് പതുക്കെ പ്രൊഫഷണൽ ട്രൂപ്പുകളിലേക്കെല്ലാം വന്ന് അങ്ങനെ പ്രൊഫഷണൽ ട്രൂപ്പുകളിലൊക്കെ മിമിക്രി അവതരിപ്പിക്കുന്ന സമയത്ത് പതുക്കെ ഓഡിയോ കാസറ്റുകളിലേക്ക് വന്നു. ആക്ഷേപഹാസ്യ ഗാന കാസറ്റുകളെല്ലാം അന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഡബ്ബിങ്ങിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം. നമ്മുടെ കോഴിക്കോട് നാരായണേട്ടനായിരുന്നു എൻ്റെ മിമിക്രി സൗണ്ട് വെച്ചിട്ട് ഞാൻ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ഡബ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കോഴിക്കോട് നാരായണേട്ടന് വേണ്ടിയിട്ടാണ്. അറിയാമോ കോഴിക്കോട് നാരായണേട്ടൻ എന്ന് പറഞ്ഞാൽ? നടുവേദന ഉണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും? കണ്ടംകുളത്തി ഏലാതി മറ്റേ ലേഖ്യത്തിന്റെ പരസ്യം കണ്ടല്ലോ, എന്റെ നടുവേദന പോയി. അതുപോലെ വാത്സല്യം സിനിമയിലൊക്കെ ഉള്ളത് ഉണ്ട് അദ്ദേഹം. മേലെടുത്ത രാഘവൻ നായർ തന്നെയല്ലേ ഈ പറമ്പിന്റെയും പൊരയിടത്തിന്റെയും കണക്ക് എത്ര നാളും നോക്കി നടത്തിയത്? അതുപോലെ നമ്മുടെ ദൃശ്യം സിനിമയിലുണ്ട്. ഇല്ല സാറേ ഇല്ല, എനിക്ക് തെറ്റി. അന്ന് ജോർജ് കുട്ടി ഇവിടെ ഉണ്ടായിരുന്നില്ല, തൊടുപുഴയിൽ ഒരു പള്ളിയിൽ ധ്യാനത്തിന് പോയതായിരുന്നേ എന്നൊക്കെ പറയുന്ന കക്ഷിയില്. അപ്പോൾ പുള്ളിക്ക് വേണ്ടിയിട്ടൊക്കെ ഞാനിങ്ങനെ മനസ്സെന്ന് പറഞ്ഞൊരു മെഗാ സീരിയൽ ഉണ്ടായിരുന്നു. ഈ മനസ്സ് മെഗാ സീരിയലിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ മൊത്തം ഞാനത് ഡബ് ചെയ്ത്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രൊഡ്യൂസർ ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ പേയ്മെൻറ്റ് റിലീസ് ചെയ്യണമല്ലോ, ആ സമയത്ത് എൻ്റെ പേയ്മെൻറ്റ് തടഞ്ഞു വെച്ചു. കാരണം അത് കോഴിക്കോട് നാരായണൻ നായർ തന്നെ ഡബ് ചെയ്തേക്കുന്ന സാധനത്തിന് വേറൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന് തന്നെയാണ് പൈസ കൊടുക്കണേ എന്ന് നിങ്ങൾ കള്ളത്തരം കാണിച്ച് എൻ്റെ നിന്ന് എടുക്കുന്ന പൈസയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രോസസ് കളർ ലാബിൻ്റെ MD ശ്രീ MD രാജൻ സാർ എന്ന് പറയുന്ന ഒരു അദ്ദേഹമുണ്ട്. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് നേരിട്ട് എന്ന് സൗണ്ടൊക്കെ എടുത്ത് കേൾപ്പിച്ചതിന് ശേഷമാണ് ഇത് ഞാൻ തന്നെയായിരുന്നു ആ ദ്രോഹി ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞതിന് ശേഷമായിരുന്നു എനിക്ക് ഇതിൻ്റെ പേയ്മെൻറ്റ് റിലീസ് ചെയ്തത്. ഇതുപോലുള്ള മറ്റ് എക്സ്പീരിയൻസ് ഉണ്ടോ? ഇതുപോലുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MS ചേട്ടന് വേണ്ടിയിട്ട് ഡബ് ചെയ്തിട്ടുണ്ട്. MS തൃപ്പൂണിത്തുറയ്ക്ക് വേണ്ടിയിട്ട് ഡബ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ അരി നിറകതിരാണോ എങ്കിൽ നിറച്ചുണ്ണാന്നുള്ള ഒരു പരസ്യമുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അരി നിറകതിരാണോ എങ്കിൽ നിറച്ചുണ്ണാം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഇതൊക്കെ പുള്ളിയുടെ ശബ്ദത്തിൽ ഞാൻ പരസ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓഡിയോ കാസറ്റുകളിലെല്ലാം ലാലു അലക്സിൻ്റെ ശബ്ദം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കട്ടപ്പയായിട്ട് ഒരുപാട് കഥാപാത്രങ്ങൾ മലയാള സിനിമയിൽ തന്നെ ഉണ്ടല്ലോ. നമ്മുടെ ഇപ്പോൾ കട്ടപ്പയ്ക്ക് സത്യരാജ് സാറായിരുന്നു അഭിനയിച്ചതെങ്കിൽ നമ്മുടെ മലയാള സിനിമയിൽ നിന്നായിരുന്നു രാജമൗലി കുറച്ച് ആളുകളെ സെലക്ട് ചെയ്തിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും കട്ടപ്പയുടെ കഥാപാത്രത്തെ അവർ നോക്കിക്കാണുന്നതെന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഇൻ്റർവ്യൂവിലും അതൊന്ന് പറയാം. നമ്മുടെ നെടുമുടി വേണുചേട്ടനായിരുന്നു, മൺമറഞ്ഞു പോയ നമ്മുടെ നെടുമുടി വേണുചേട്ടനായിരുന്നു സത്യരാജ് സാറിന് പകരം കട്ടപ്പയായിട്ട് ഇവിടെ രാജമൗലി സാർ വിളിച്ചിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും നെടുമുടി വേണുചേട്ടൻ ആ കട്ടപ്പയുടെ കഥാപാത്രമായിട്ട് മാറുന്നു നോക്കാം. മകിഴ്മതി സാമ്രാജ്യത്തിൻ്റെ മേളത്തെ തിടപ്പള്ളിയിലെ 3-4 മുറികൾ ജ്യോതിശാസ്ത്രവിധി പ്രകാരം മണിച്ചിത്രത്തായിട്ട് ബന്ധിച്ചിരിക്കുക. നമ്മളെന്തിനാണോ മരിച്ചുപോയ കാലകേരോട് വാശിയും മേനേക്കും വെച്ച് വളർത്തുന്നത്? അറിഞ്ഞില്ലേ, പൽവാൽ ദേവന് വേണ്ടി അമ്പം ബില്ലുണ്ടാക്കി കൊടുത്ത കൊല്ലന്റെ കക്ഷത്തിൽ അരിമ്പാറ വന്നു. ഇനി എന്തൊക്കെ അനർത്ഥങ്ങളാ സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാം? അല്ല പിന്നെ. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ ലാലു അലക്സ് ചേട്ടനായിരുന്നു, ലാലുച്ചായനായിരുന്നു കട്ടപ്പയായിട്ട് അഭിനയിക്കുന്നതെങ്കിൽ സത്യരാജന് പകരം നമ്മൾ ആ സ്ക്രീനിൽ കട്ടപ്പയായിട്ട് ലാൽച്ചായൻ ആ വേഷമൊക്കെ ഇട്ട് നിൽക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. എത്ര രാജാപ്പാട്ട് വേഷം ഇട്ടാലും അറിയാതെങ്കിലും ലാൽച്ചായൻ്റെ പറയുന്നത് ഒരു ഇംഗ്ലീഷ് വാക്ക് വരാതിരിക്കുന്നില്ല അല്ലേ? മകിഴ്മതി സാമ്രാജ്യത്തിന്റെ ഭാവി രാജാവ്, രാജമാതാ ശിവഗാമി ദേവിയുടെ പ്രിയപുത്രൻ, പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നൊട്ടോറിയസ് ക്രിമിനൽസായ കാലഹേരെ കാലവരിക്കയച്ച കാലവീര, നിന്നെ ഞാൻ എടുത്തോളാം അവിടെ പുല്ലേ എന്നൊക്കെ പുള്ളി പറയുമായിരിക്കും. ഇതൊക്കെ ഇങ്ങനെ നമുക്ക് തോന്നിയിട്ടുള്ളൊരു തോട്ടാണ്. പിന്നെ ഈ പറഞ്ഞ മിമിക്രിയൊക്കെ ഡബ്ബിങ്ങിലേക്ക് കടന്ന ശേഷം ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു മിമിക്രിക്ക്. കാരണം ആ നടൻ്റെ സൗണ്ട് കയറി വന്നു, ഈ നടൻ്റെ സൗണ്ട് കയറി വന്നു എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ഡബ് ചെയ്യുമ്പോൾ വെറുതെയെങ്കിലും നമ്മളെ കുറ്റപ്പെടുത്താനായിട്ട് ആളുകൾ പറഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ മിമിക്രി എടുത്ത് ഈ ഹൃദയത്തിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ച് പിന്നെ വല്ലപ്പോഴും ഇതുപോലെ ഇൻ്റർവ്യൂവിനൊക്കെ വരുമ്പോൾ എടുത്ത് ഇങ്ങനെ കാണിക്കുക, അത്രേ ഉള്ളൂ. പ്രവീണേട്ടന് ഈ ഒരു ഫീൽഡിൽ വന്നതിന് ശേഷം ഉണ്ടായ നല്ല മാറ്റങ്ങൾ ഉണ്ടാവില്ലേ? ഓക്കെ, അത് ഏതൊക്കെയാണ് നല്ല മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ശരിക്കും പറഞ്ഞാൽ നല്ല മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയുക, നമുക്കൊരു ലൈഫ് സ്റ്റൈൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു. നമുക്കിഷ്ടമുള്ള നമുക്ക് ഫ്രീ ബേഡായിട്ട് നടക്കാൻ സാധിക്കുന്നു. കാരണം കുറച്ച് വേറൊരു ജോലിക്കായിരുന്നു നമ്മൾ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിന്, കാരണം ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നതിന് മുമ്പ് 2-3 ജോലികൾക്ക് പോയിരുന്നു. ആ ജോലികൾ ചെയ്യുന്ന സമയത്തും നമുക്ക് ഇഷ്ടമല്ലാത്ത ജോലികളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആ ജോലികൾ ചെയ്യുന്ന സമയത്തും ദൈവമേ നമ്മുടെ ജീവിതത്തോട് അവസ്ഥമിച്ച് പോവുമോ, ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ഈ ഓഫീസിൽ ഇരിക്കേണ്ടി വരുമോ,
അല്ലെങ്കിൽ നമ്മൾ ഈ ഷോറൂമിൽ ഇരിക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള ചിന്താഗതികൾ നമ്മളെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അലട്ടലൊക്കെ ഇതിൽ വന്നപ്പോഴത്തേക്കും നമുക്ക് മാറിയല്ലോ. കാരണം നമുക്ക് ഇഷ്ടമുള്ള ജോലിയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. നമുക്കിഷ്ടമുള്ള ആളുകളെ ദിവസേന കാണുന്നു, നമുക്കിഷ്ടമുള്ള ജോലികൾ നമുക്കിഷ്ടമുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെയൊക്കെ ഒരു എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നു. പിന്നെ അതേപോലെ അന്യഭാഷ അതിനുവേണ്ടി ഡബ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോ ഏതൊക്കെ ഭാഷകളിലേക്ക് ഡബ് ചെയ്തിട്ടുണ്ട്? അന്യഭാഷകളിലേക്കില്ല, അന്യഭാഷകളിൽ നിന്ന് മലയാളത്തിലേക്ക് ഡബ് ചെയ്തിട്ടുള്ളൂ. മൊഴിമാറ്റം. അപ്പോൾ അങ്ങനെയൊക്കെ ഡബ് ചെയ്യും. പിന്നെ വർഷത്തിൽ ഒരു മെഗാ സിനിമ, ഒരു ബഹുഭാഷാ ചിത്രം, ഒരു ബ്രഹ്മാണ്ഡ ചിത്രം ഉണ്ടാവും. എല്ലായ്പ്പോഴും സംഭവിക്കുന്നതല്ല. ഇപ്പോൾ ബാഹുബലിയും RRR ഒക്കെ പോലത്തെ സിനിമകൾ എല്ലായ്പ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. വല്ലപ്പോഴും ഒക്കെ അത് വീണ് കിട്ടാറുള്ളൂ. അങ്ങനെയാണ്. പിന്നെ അതേപോലെ നമ്മുടെ കമലഹാസൻ അഭിനയിച്ച കൽക്കി, ദശാവതാരം, പിന്നെ വിക്രം, ഈ മൂവിയിലൊക്കെ ഡബ് ചെയ്തപ്പോൾ ഉണ്ടായ എക്സ്പീരിയൻസ് എങ്ങനെയുള്ളതായിരുന്നു? എക്സ്പീരിയൻസ് നമ്മൾ ചെറുപ്പം തൊട്ട് കാണുന്ന, ഏറ്റവും വലിയ ആരാധിക്കുന്ന ഒരാളുടെ. അപ്പോൾ അത് ചിലപ്പോൾ ചാനലിലേക്ക് വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ കൽക്കി തിയേറ്ററിലേക്ക് വേണ്ടിയിട്ടും മലയാളത്തിൽ ഡബ് ചെയ്യാനായിട്ട് ഭാഗ്യമുണ്ടായി. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പിന്നീട് അദ്ദേഹത്തെ മീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അദ്ദേഹത്തെ ജസ്റ്റ് മാരിയറ്റ് ഹോട്ടലിൽ വെച്ച് മീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പുള്ളി തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളെ നമുക്ക് പരിചയപ്പെടുത്തി തരുകയും ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നു. അതൊക്കെ വലിയ സന്തോഷമുള്ളതാക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ജീവിതത്തിൽ. ഞാൻ ഓർത്തു ഇങ്ങനെ എന്തൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് പോലും നമുക്കറിയില്ല അത് സംസാരിച്ചത്. പക്ഷെ അവർ എൻകറേജ് ചെയ്താണ് സംസാരിച്ചത് നമ്മളോട്. കമലഹാസന്റെ ഏതെങ്കിലും ഒരു പോർഷൻ നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ? ഡയലോഗ് ഒന്നും എനിക്കൊന്ന് ഓർമ്മിപ്പിച്ച് തരുവാണെങ്കിൽ ഞാനത് പറയാമായിരുന്നു. ഏതായാലും ഡയലോഗ് ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡയലോഗ് അല്ല, എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഓർമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മമ്മൂക്കയുടെ ബർത്ത്ഡേക്ക് എല്ലാവരും വിഷ് ചെയ്തപ്പോഴത്തേക്കും കമൽ സാറ് ഭയങ്കര രസമായിട്ട് വെച്ചത്, മമ്മൂട്ടി സാറിന് 70 വയസ്സായെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം പുള്ളി മലയാളം പറയാൻ ശ്രമിച്ച് പറഞ്ഞ ഒരു ഡയലോഗ്. കാരണം ഞാൻ ധരിച്ചു വെച്ചിരുന്നത് എന്നേക്കാൾ പ്രായമുള്ള, അല്ലെങ്കിൽ എൻ്റെ പ്രായമുള്ള ഒരാളാണ് മമ്മൂട്ടി സാറെന്ന് പറഞ്ഞത്. എനിവേ കീപ് ദിസ് എനർജി ആൻഡ് കീപ് ദിസ് യൂത്ത്, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ വിഷ് ചെയ്തത് ഞാൻ. പിന്നെ ഞാനങ്ങനെ മിമിക്രിയിൽ ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ല എനിക്ക് കമൽ സാറിനെ. കമൽ സാറിൻ്റെ സിനിമകളിൽ സ്ക്രീനിൽ കാണുമ്പോൾ സ്ക്രീനിൽ ആ ശബ്ദം ഉണ്ടാക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. അല്ലാതെ സ്റ്റേജിൽ ഒരു പ്ലെയിനായിട്ട് നിന്നിട്ട് കമൽ സാറിനെ ഞാൻ പറഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് അങ്ങനെ ഒരു അപ്ലാസ് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എൻ്റെ പെർഫെക്ഷൻ എനിക്ക് കൂടുതൽ വരുന്നത് അദ്ദേഹത്തിൻ്റെ ഓൺ സ്ക്രീനിൽ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഡബ് ചെയ്യുമ്പോഴാണ്. ഒരു സ്ക്രീനിൽ പെർഫോം ചെയ്തത് കാണുമ്പോൾ പിന്നെ അതേപോലെ ദശാവതാരത്തിൽ 8 ക്യാരക്ടറിന് ഡബ് ചെയ്തു. ഏകദേശം 8ഓളം കഥാപാത്രങ്ങൾക്ക് ഞാൻ ഡബ് ചെയ്തിരുന്നു. ബാക്കിയുള്ളത് തെലുങ്കിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു, കുറച്ച് പോർഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് വേറെ ആണ് ചെയ്തിരുന്നത്. 8ഓളം കഥാപാത്രങ്ങളൊക്കെ ഞാൻ ചെയ്തിരുന്നു. വളരെ അഭിമാനം. പിന്നെ അതേപോലെ ഏതെങ്കിലും ഒരു പ്രത്യേക ക്യാരക്ടർ ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടോ? അല്ല, അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടിനേക്കാൾ ഉപരി ഈ കഥാപാത്രം ആകാൻ വേണ്ടിയിട്ട് ഒരു പുള്ളി ഒരിക്കൽ എന്താ പറയുക, ഞാനുണ്ട് അങ്ങനെ കുറച്ച് ഡബിങ് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ നമ്മൾ ഒരു സൗണ്ട് എടുക്കും, ചിലപ്പോൾ വേറെ ശബ്ദം കൂടി സൈഡിൽ നിൽക്കുന്നവർക്ക് പറയും, ഇതൊക്കെ ചെയ്യും. അപ്പോൾ ഈ വന്ന പുള്ളി ഒത്തിരി അമേച്ചർ നാടകത്തിൻ്റെയൊക്കെ ഒരാളായിരുന്നു പുള്ളി. അപ്പോൾ പുള്ളി അവരുടെ ഒരു രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശബ്ദം മാറ്റുന്നത് നമ്മളാണല്ലോ. പക്ഷെ പുള്ളി ധരിച്ചു വെച്ചിരുന്നത് ഈ മൈക്കിൽ എന്തെങ്കിലുമൊക്കെ ഗിമിക്കുകൾ കാണിക്കുമ്പോഴാണ് ശബ്ദം മാറാന്ന് പറഞ്ഞിട്ട് പുള്ളി എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല ഡബിങ്ങിനെ കുറിച്ച്. അപ്പോൾ ഇവർ വന്നു കഴിഞ്ഞിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുള്ളി മുഖത്തിടക്കുന്ന ഒരു ടവലൊക്കെ ഇരിക്കേണ്ടത്. പുള്ളി ആദ്യം ഒരു സൗണ്ട് ഡബ് ചെയ്തു, ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ എടുക്കുമ്പോൾ വെയിറ്റ് എന്ന് പറഞ്ഞു ഓടി. അപ്പം നമ്മുടെ തുടക്കകാലട്ടാ പുള്ളി വന്നിട്ട് ഈ മൈക്കിൻ്റെ മുകളിൽ ഈ ടവലും കൊണ്ട് അങ്ങോട്ട് കിട്ടി. ടവല് ഇനി അടുത്ത സൗണ്ട് എടുത്തൊന്നുമില്ല. അപ്പോൾ അല്ല എന്നാലും ശബ്ദം മാറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ സൗണ്ട് എഞ്ചിനീയറൊക്കെ പറഞ്ഞു നിങ്ങൾ എന്തേ കാണിക്കണമെന്നൊക്കെ ചോദിക്കേണ്ടത്. അല്ലല്ല, ഞാൻ വാടക എടുക്കുന്ന സ്റ്റുഡിയോയിൽ ഞാൻ ഇഷ്ടമുള്ളവർ ചെയ്യുന്നുണ്ട്. ഈ പുള്ളി മൈക്കിൻ്റെ മുകളിൽ ഇതൊക്കെ കൊണ്ട് കെട്ടി വെച്ചിട്ട് നമ്മളെ കൊണ്ട് ഡബ് ചെയ്യിച്ചു. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ട് ഇറിറ്റേറ്റഡ് ആയി. ഓട്ടോമാറ്റിക്കലി ഇറിറ്റേറ്റഡ് ആകുമ്പോൾ ശബ്ദം മാറി. അപ്പോൾ എനിക്ക് ശേഷം തന്നെ ഡബിങ് ആർട്ടിസ്റ്റിനോട് ഞാൻ വിളിച്ചു പറയാം, അതെ ഒന്നാമത്തെ സൗണ്ട് എടുത്ത് രണ്ടാമത്തെ സൗണ്ട് ഡബ് ചെയ്യുമ്പോൾ ഈ പുള്ളി പോക്കറ്റിൽ നിന്ന് ടവലെടുക്കും, അതിനു മുമ്പ് നീ ഒരു ടവലെടുത്ത് കിട്ടിക്കൊള്ളണം, അല്ലെങ്കിൽ അതിൽ ടവല് കെട്ടാനുള്ള ഡബിങ് അവിടെ ഉണ്ടാവില്ല. എന്തായാലും നീ എന്തായാലും ടവല് വീട്ടിൽ നിന്ന് കൊണ്ടുവരട്ടൊന്നും പറഞ്ഞു. പറഞ്ഞത് നമ്മുടെ ജോയിയോട് പറഞ്ഞു. അപ്പോൾ അവൻ നേരെ വീട്ടിൽ നിന്ന് എടാ പ്രവീണ ഞാൻ കൊണ്ടുവന്നു, ഞാൻ ടവല് കൊണ്ടുവന്നു. ഒന്നാമത്തെ സൗണ്ട് കഴിയിലും ഉടനെ പുള്ളി തുടച്ച ടവല് കേട്ട് വന്നപ്പോഴത്തേക്ക് ഇവൻ ചാടി ഇവൻ്റെ പോക്കറ്റിന് സാർ വേണ്ട എൻ്റെ കയ്യിലുണ്ടെന്ന് നേരെ കെട്ടി ഡബ് ചെയ്തു. അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വരുത്തിച്ചേക്കണത് രസകരമായ അനുഭവങ്ങളാണ്.
പിന്നെ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റങ്ങൾ വരുത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓൺ സ്ക്രീനിൽ കാണുന്ന മാറ്റങ്ങൾ വരുത്താന്ന് പറഞ്ഞാൽ അയാളുടെ പ്രായത്തിനൊത്ത് നമ്മുടെ മനസ്സ് സഞ്ചരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, പിന്നെയുള്ള മാറ്റങ്ങളെല്ലാം ആ കഥാപാത്രത്തിൻ്റെ ഇപ്പോൾ പൈലറ്റിൽ കേൾക്കുന്ന ഒരു ശബ്ദവുമായിട്ട് കുറച്ച് സാമ്യം വരുത്തുക. പിന്നെ അയാളുടെ മുഖവും ഇപ്പോൾ പൈലറ്റിൽ കേൾക്കുന്ന ശബ്ദം ചിലപ്പോൾ അയാൾക്ക് ഇപ്പോൾ എല്ലാവരും പറയാറുണ്ട് ഞാൻ അഭിനയിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശബ്ദം എനിക്ക് മാച്ചല്ല എന്ന് പറയാറ് തോന്നാണ്. എനിക്ക് വേറെ ആരെങ്കിലും ഡബ് ചെയ്താലും ചിലപ്പോൾ ശരിയാവുള്ളൂ എന്ന് പറയും. കാരണം എൻ്റെ ഒരു ബോഡി ലാംഗ്വേജിനേക്കാൾ കൂടുതൽ മുഴച്ചു നിൽക്കുന്ന ഒരു ശബ്ദമാണ് എൻ്റെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ചില സമയത്ത്. അപ്പൊ അതുപോലെയുള്ള വ്യത്യാസങ്ങൾ ചിലർക്ക് ഉണ്ടാവാറുണ്ട്. അതെ 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 ആദ്യകാലം കുറച്ച് നാളത്തേക്കുള്ളൂ. അത് 1-2 കഥാപാത്രങ്ങൾ കേട്ട് കഴിഞ്ഞോ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞോ ചിലപ്പോൾ അത് ആളുകൾ അഡ്മിറ്റ് ചെയ്യും, പ്രേക്ഷകർ അഡ്മിറ്റ് ചെയ്യും. പക്ഷെ ആദ്യമൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ ആണ് ഈ കഥാപാത്രത്തിൻ്റെ ശബ്ദം നമ്മളിലേക്കും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളിലേക്ക് എത്തിച്ചേരുന്നതും അവർക്ക് മാച്ച് ആയിട്ടുള്ള ശബ്ദത്തിലേക്ക് നമ്മൾ മാറുകയൊക്കെ ചെയ്യുന്നത്. ഈ ഡബ്ബിംഗ് ഫീൽഡിൽ എത്തിപ്പെട്ടതിന് ശേഷം നമുക്കൊരു റോൾ മോഡൽ എന്ന് പറയാനായിട്ട് ഒരാളുണ്ടാവില്ല, ഒരു പ്രചോദനം നൽകിയ ഒരാൾ, അങ്ങനെ ഒരു വ്യക്തി ആരാ? എനിക്ക് ആക്ച്വലി എൻ്റെ റോൾ മോഡൽസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി മലയാള സിനിമ ചെന്നൈയിൽ നിന്ന് കേരളത്തിലേക്ക് പറിച്ച് കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് എൻട്രി ചെയ്തത്. അപ്പോൾ എന്നെ സംബന്ധിച്ചാൽ ഞാൻ വളരെ ബഹുമാനത്തോടുകൂടിയും വളരെ എന്താ പറയുക ഈ റോൾ മോഡൽസായിട്ട് ഇവരൊക്കെ എല്ലാവരുടെയും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആനന്ദവല്ലി ചേച്ചി, ശ്രീ ചേച്ചി, ഭാഗ്യലക്ഷ്മി ചേച്ചി, വത്സമ്മ ചേച്ചി, അതുപോലെ തന്നെ അങ്ങനെ ഒട്ടനവധി ആളുകളുണ്ട് അവിടെ നിന്നൊക്കെ ഡബ് ജോളി ചേച്ചി, അതുപോലെ തന്നെ അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. പിന്നെ മരിച്ചു ഒരു നമ്പൂതിരി എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്, പിന്നെ ഹരിപ്പാട് സോമൻ ചേട്ടൻ, ഹരിയേട്ടൻ, ഇവരൊക്കെ പേരുകൾ എഴുതി കാണിക്കുക. അത് കണ്ടാണ് ശരിക്കും നമ്മളൊക്കെ ഇതിനകത്തേക്ക് ഇൻസ്പയർഡ് ആവുന്നത്. അപ്പോൾ ഈവൻ കൃഷ്ണേന്ദ്രൻ ചേട്ടൻ, അങ്ങനെ ഒത്തിരി ആളുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ പേരുകൾ മാറി വരെ വന്നുകൊണ്ടിരിക്കും. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ആനന്ദവല്ലി ചേച്ചിയൊക്കെ ഒരുപാട് കഥാപാത്രങ്ങൾ മാറ്റി മാറ്റി ശബ്ദമൊക്കെ കൊടുക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇത് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ വത്സമ്മ ചേച്ചിയൊക്കെയാണെങ്കിൽ 1000-നും 2000-ൻ്റെയൊക്കെ അടുത്ത് സിനിമകളോടും ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരൊക്കെ ഡബ് ചെയ്ത കാലഘട്ടത്തിലെ പോലെ അല്ല നമ്മളിപ്പോൾ ഡബ് ചെയ്യുന്നത്. കാരണം ഇവരൊക്കെ ലൂപ്പ് സിസ്റ്റത്തിലാണ് ഡബ് ചെയ്തത്. ഇന്നിപ്പോൾ നമുക്ക് ഒരാൾക്ക് ഡബ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും പിടിച്ചിടാം. പക്ഷെ നമ്മളിപ്പോൾ ഈ ഡബ് ചെയ്യാനായിട്ട് ഒരു കൺവെയർ ബെൽറ്റിൽ നമ്മളിപ്പോൾ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെയാണ്. പക്ഷേ ഈ ഒരു കൺവെയർ ബെൽറ്റ് ഉണ്ടാക്കി ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുത്തത് മദ്രാസിലാണ് ശരിക്കും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മദ്രാസിൽ ഡബ് ചെയ്ത എല്ലാ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളും നമ്മുടെ ഏറ്റവും വലിയ ഹീറോസ് തന്നെയാണ് ഇപ്പോഴും. അവർ അന്ന് ആ ഫിലിം കാലഘട്ടത്തിൽ റോൾ ചെയ്യുന്ന ഫിലിമിൽ ഡബ് ചെയ്ത ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും നമ്മുടെ ഹീറോസ് തന്നെയാണ്. താങ്ക് യു. പിന്നെ അതേപോലെ ഈ പുരാണ സീരിയലുകൾക്കൊക്കെ ഡബ് ചെയ്യുന്നുണ്ടല്ലോ ചേട്ടൻ. അപ്പോൾ അങ്ങനെയുള്ള സീരിയലുകളും പിന്നെ സിനിമയും തമ്മിലൊരു വ്യത്യസ്തത എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഡബ് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് ഒന്ന് പറയോ? അല്ല, ഇത് ഈ രാമായണത്തിലൊക്കെ മഹാദേവന് വേണ്ടിയൊക്കെ ഓക്കെ. അപ്പം നമുക്ക് അതിനകത്ത് കൂടുതലൊന്നും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല. കാരണം നമ്മുടെ ശബ്ദത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ഡയലോഗുകൾ വളരെ സ്ഫുടമായിട്ട് ഓഡിയബിലിറ്റിയോട് വ്യക്തതയോടുകൂടി പറയുക എന്നുള്ളതല്ലാതെ നമുക്ക് അതിനകത്ത് കൂടുതൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല. ഈ പുരാണ സീരിയലുകളിലെല്ലാം. അപ്പം അതിനകത്തൊരു പ്രത്യേകതരം ഭാഷയാണ്, ഒരു സ്ലാങ്ങാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാ കഥാപാത്രങ്ങളും സംസാരിക്കുന്ന ഏകദേശം ഒരു ദേവഭാഷ ആയിരിക്കും. ഇപ്പോൾ അസുരന്മാരാണെങ്കിൽ അസുരന്മാരുടെ ഒരു ഭാഷ ഉണ്ടാവും, ദേവന്മാർക്കൊരു ഭാഷ ഉണ്ടാവും. പിന്നെ ഡബ്ബിങ് സിനിമകളാണ്. ഇപ്പോൾ മറ്റ് അന്യഭാഷാ സിനിമകളിൽ നിന്ന് ഡബ് ചെയ്യുമ്പോൾ നമുക്ക് പലതും ചെയ്യാനായിട്ട് സാധിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ലിപ് സിങ്കിനേക്കാൾ കൂടുതലായിട്ട് ഡബ്ബിങ് സിനിമകളിൽ ശ്രദ്ധിക്കാറുള്ളത് ആക്ഷന്. അതായത് നമ്മുടെ ഇവിടെ നീ എന്നെ പെണ്ണെങ്കിൽ എന്ന് തമിഴിൽ പറയുമ്പോൾ നമ്മളത് ഇവിടെ മലയാളത്തിലുള്ള ആക്ഷൻ നീ എന്തിവിടെ ചെയ്യാൻ പോകുന്നു അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുമായിട്ട് യോജിക്കുന്ന ഒരു ഡയലോഗ് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെന്ന് മാക്സിമം ശ്രമിക്കാറുണ്ട്. പക്ഷേ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം നാനാർത്ഥങ്ങൾ കുറവുള്ള ഒരു ഭാഷയാണ്. കാരണം നമുക്കിപ്പോൾ കസേരയ്ക്ക് കസേര, ഇരിപ്പിടം, പീഠം, തീർന്നു. അവിടെ ഒരുപാട് അർത്ഥങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ടും നമുക്ക് ഈ പറഞ്ഞ ആക്ഷൻ സിങ്ക് ചെയ്യാനായിട്ട് പറ്റാറില്ല ചില സമയത്ത്. മറ്റ് ഭാഷ ഇപ്പം ഏത് ലാംഗ്വേജിൽ നിന്ന് വരുമ്പോഴും മലയാളത്തിലേക്ക് ഡബ് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെയാണ് മലയാളത്തിൽ ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾക്ക് ട്രോൾ വീഡിയോ ഒക്കെ വരുന്നത്. കാരണം ചില സമയത്തൊക്കെ നിർബന്ധിതരായി പോകും, ചില വേർഡുകൾ നമുക്ക് മാറ്റാനോ സബ്സ്റ്റിറ്റ്യൂട്ട് വേർഡുകളോ കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞ ലിപ് സിങ്കിനേക്കാൾ കൂടുതൽ ആക്ഷൻ സിങ്കിനാണ് വൈറ്റ് ഷോട്ടുകളൊക്കെ വരുമ്പോഴത്തേക്കും പ്രാധാന്യം കൊടുക്കാറുള്ളത്. പിന്നെ ഡയറക്റ്റ് ക്ലോസപ്പിലൊക്കെ ആണെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ അത് വേറെ വാക്കുകൾ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മളത് ചെയ്യാനായിട്ട് നിർബന്ധിതരായി മാറും.
ഇപ്പോൾ ചെയ്തു വരുന്ന സീരിയൽ ആയിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ, അതൊക്കെ ഏതാണെന്നൊന്ന് പറയും. ഇപ്പം സീരിയൽ പോകുന്നത് കന്യാദാനം എന്ന് പറയുന്ന സീരിയലാണ് ചെയ്യുന്നത്, സൂര്യ ടി വിയിൽ പോകുന്നത്. അതിൽ നമ്മുടെ ദേവൻ ചേട്ടന് വേണ്ടിയിട്ടാണ് ഡബ് ചെയ്യുന്നത്. പിന്നെ മധുര നൊമ്പരക്കാറ്റ് എന്ന് പറഞ്ഞ കേരളത്തിലൊരു സീരിയലുണ്ട്, അതിൽ ബോബനാലമൂടൻ. പിന്നെ അബിയുടെ വീടും ജാനകി എന്ന് പറഞ്ഞാൽ അതിലും ബോബനാലമൂടൻ ഡബ് ചെയ്യുന്നുണ്ട്. ഇതാണ് സ്ഥിരം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ തലൈവാസൽ വിജയ്ക്ക് വേണ്ടിയിട്ട് ഒരു വെബ് സീരീസ് ഉണ്ട്, ഞാൻ അതിൻ്റെ പേര് മറന്നുപോയി. പിന്നെ ഇപ്പോൾ റാണ എന്ന് പറഞ്ഞിട്ടൊരു സീരിയലുണ്ട്, ഒരു വെബ് സീരീസ് ഉണ്ട്. അതിൽ നമ്മുടെ വെങ്കടേഷിന് വേണ്ടിയിട്ട് ഞാൻ ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബോബൻ ആലമൂടൻ എന്ന് പറയുമ്പോൾ സിനിമയിലൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? ബോബൻ ആലമൂടൻ ചേട്ടൻ തന്നെയല്ലേ ഡബ് ചെയ്യുന്നത്? അതെ 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 അതെ. ഇപ്പം നിറം അങ്ങനെയുള്ള സിനിമകളിലൊന്നും ഞാൻ ആയിരുന്നില്ല. അതിനുശേഷം കല്യാണരാമൻ, അതെ, ഒരു ക്യാരക്ടറായിട്ട് ആദ്യം ഡബ് ചെയ്യുന്ന ബോബൻ ആലമൂടന് തന്നെയായിരുന്നു കല്യാണരാമൻ സിനിമയിൽ. അത് പക്ഷെ എങ്കിലും മനസ്സിലാവില്ല. നമ്മളൊക്കെ ഇത്രയും നാൾ ധരിച്ചിരിക്കുന്നത് ബോബൻ ആലമൂടന്റെ ശബ്ദം തന്നെയാണ്. എൻ്റെ അടുത്ത് ഒരു സുഹൃത്ത് നാൾ പറഞ്ഞു, ഇങ്ങനെ പരിചയപ്പെട്ടു. അവനവൻ്റെ ചെറുപ്പത്തിലെ ക്ലാസ്സിൽ പഠിച്ചു ഇനി ഞാൻ ബോബൻ ആലമൂടിൻ്റെ സൗണ്ട് എടുക്കാന്ന് പറഞ്ഞിട്ട് പോയി സൗണ്ട് ഒക്കെ എടുക്കുമായിരുന്നു. എന്നിട്ട് അവൻ്റെ ടീച്ചർ പറഞ്ഞു, നിന്നെ ആൾക്കാർ പിടിച്ച് തല്ല, അത് ബോബൻ ആലമൂടിൻ്റെ സൗണ്ടൊന്നും അല്ല, അത് ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ കൊണ്ട് ഡബ് ചെയ്യിച്ചു പറയുമായിരുന്നു. ഇങ്ങനെ പറയുമ്പോഴാണ് ഇതുപോലുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? ഏതെങ്കിലും ഫാമിലി മെമ്പേഴ്സിനെയോ അതോ ഫ്രണ്ട്സിനെയോ ഒക്കെ ഇങ്ങനെ മറ്റൊരാളുടെ ശബ്ദത്തിൽ വിളിച്ച് പറ്റിച്ച ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്തേക്കുള്ള ഒരു അപ്പൂപ്പൻ്റെ ശബ്ദത്തിൽ വിളിച്ചിട്ട് വേറൊരാളെ വിളിച്ച് പറ്റിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവരെങ്ങനെയാണ് പ്രതികരിച്ചത്? അവര് പ്രതികരിക്കില്ല, അവരിതാണെന്ന് തന്നെ വിചാരിക്കും. പിന്നെ വീട്ടിൽ അമ്മയെ വിളിച്ച് പറ്റിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അച്ഛൻ്റെ ശബ്ദത്തിൽ. പക്ഷെ ആദ്യത്തെ 2 ഡയലോഗ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പരാജയപ്പെടും. അവിടെ അമ്മയ്ക്ക് മനസ്സിലാവും, പോടാ വെച്ചിട്ട് ഫോൺ എന്ന് പറയുമ്പോൾ. ഇനിയിപ്പോ ഒരുപാട് ആൾക്കാർ ഈ ഡബിങ് ഫീൽഡിലോട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഒരു എസ്പെഷ്യലി പ്രൊഫഷണൽസായ ഡബിങ് ആർട്ടിസ്റ്റുകളുടെ അടുത്ത് ഒരാൾ അവസരം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വരുമെന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും വാം വെൽക്കം തന്നെ ചെയ്യാറുള്ളത്. കാരണം ഓരോരുത്തർക്കും ആരോടും എല്ലാവരും വരണം, അല്ലെങ്കിൽ എല്ലാവർക്കും ഇത് ചെയ്യാനുള്ള ആഗ്രഹവും സ്വാതന്ത്ര്യവും ഉള്ളൊരു നാടാണ് നമ്മുടേത്. ഓക്കെ, പക്ഷേ ഒരു ചെറിയൊരു കാര്യം എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഡബ്ബിങ് നിങ്ങൾക്ക് പാഷൻ കാണിക്കാം, നിങ്ങൾ ഡബ്ബിങ് ഇഷ്ടപ്പെട്ട് വരുന്നതായിരിക്കാം. പക്ഷെ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഒരു വർഷം ഇറങ്ങുന്ന സിനിമകൾ എത്രയുണ്ടാവാം? 100 സിനിമകളോളം വരുമായിരിക്കാം അല്ലേ? 100 സിനിമകളുടെ അടുത്ത്, അല്ലെങ്കിൽ 100-150 സിനിമകളോളം ഒരു വർഷം റിലീസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ അതിൽ കുറവായിരിക്കും, എനിക്ക് എൻ്റെ എക്സാക്റ്റ് കണക്കറിയില്ല. ഈ ചിത്രങ്ങളിൽ ഡബ്ബിങ് ആവശ്യമായി വരുന്നത് ചിലപ്പോൾ ഒരു 100 വരുമായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ അതിനകത്ത് എത്ര ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾ ആവശ്യം വരും? ഇത് നമ്മൾ നോക്കുമ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന നമ്മുടെ ഇപ്പോൾ ലൈവായിട്ട് ഇവിടെയുള്ള ഡബ്ബിങ് ആർട്ടിസ്റ്റുകളും ഇതിലുള്ള ഓപ്പർച്യൂണിറ്റീസും വെച്ച് നോക്കുമ്പോൾ ഡബ്ബിങ് ആർട്ടിസ്റ്റുകളാണ് കൂടുതലും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും എല്ലാവർക്കും അവസരങ്ങൾ കിട്ടണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആവാനായിട്ട് ശ്രമിക്കുമ്പോൾ മാത്രമാണ് നമ്മളുടെ സ്റ്റുഡിയോയിൽ, ഏതൊരു സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ നമ്മുടെ ശബ്ദം തരംഗമായാൽ മാത്രമാണ് നമുക്കത് വിളിക്കുള്ളൂ. അല്ലാതെ റെക്കമെൻഡേഷൻ്റെ പുറത്ത് നമുക്ക് 1-2 പ്രാവശ്യത്തിൽ കൂടുതൽ ഒരു സ്ഥലത്ത് വർക്ക് കിട്ടില്ല. അപ്പോൾ ഇത്രയും കോമ്പറ്റീഷൻ ഉണ്ട്. കോമ്പറ്റീഷൻ എന്നല്ല ഞാൻ പറയുന്നത്, ഒരു സാച്ചുറേഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഒരു AI സാങ്കേതിക വിദ്യയുടെ ഒരു അതിപ്രസരവും മലയാള സിനിമയുടെ ഡബ്ബിങ്ങിനെ ബാധിച്ചിട്ടുണ്ടാവാം. മീൻസ് അന്യഭാഷാ ചിത്രങ്ങളിലേക്കൊക്കെ അതിന് സമീപകാലങ്ങളിൽ സംഭവിച്ചേക്കാം. അപ്പോൾ ആ ഒരു ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായൊരു ഫീൽഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം, നിങ്ങൾ ചെയ്യണം. പക്ഷെ നിങ്ങൾ ഒരിക്കലും 100% നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാത്രമാണ് നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നതെന്ന് നിങ്ങൾ ആലോചിക്കരുത്. സൈഡായിട്ട് വേറെ എന്തെങ്കിലും പരിപാടികൾ കൂടി നിങ്ങൾ ആസൂത്രണം ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഇറങ്ങാനായിട്ട്. ഇനി ലാസ്റ്റിലത്തെ ചോദ്യം, ഏതെങ്കിലും ഒരു ഡയലോഗ് അത് വ്യത്യസ്ത രീതിയിൽ മോഡുലേറ്റ് ചെയ്ത് പറയാം. പൈസ തരുമോ? ഞാൻ ചുമ്മാ പറഞ്ഞോട്ടെ, പൈസ ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യം പറഞ്ഞു പൈസ ഒന്നും ചോദിച്ചില്ല. എന്ത് ഡയലോഗാണെന്ന് പറയാമോ? ചേട്ടന് ഇഷ്ടമുള്ള ഒരു ഡയലോഗ്, ചേട്ടൻ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ പറ്റി പറയാമോ? അത് ഒരുപക്ഷെ എനിക്ക് മുഖ്യധാര സിനിമയിലല്ല. അപ്പം അന്ന് നമ്മൾ ഈ ഡബ്ബിങ്ങിലേക്കൊക്കെ രംഗപ്രവേശനം ചെയ്ത് കഴിയുമ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് എവിടെ നിന്ന് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചോദിച്ചിട്ട് പലപ്പോഴും നമുക്ക് കിട്ടാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു വൈകുന്നേരം 5 മണിക്ക് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാം. എൻ്റെ വീട് ചോറ്റാനിക്കരയിലാണ്. അപ്പോൾ എറണാകുളത്ത് നിന്ന് ഞാൻ ചോറ്റാനിക്കരയ്ക്ക് പോകുമ്പോൾ പകുതി വഴി എത്തിക്കുമ്പോഴത്തേക്കും ഒരു കോൾ എനിക്ക് വരികയാണ്. വന്നത് പ്രൊഡക്ഷൻ കൺട്രോളർ, അന്നത്തെ പ്രൊഡക്ഷൻ കൺട്രോളറും ഇന്നത്തെ സിനിമ പ്രൊഡ്യൂസറുമായ ആൻഡോ ജോസഫിൻ്റെ കോളായിരുന്നു. എവിടെ എത്തി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ തിരുവാങ്കുളം എത്തിയില്ലെന്ന്. ഓ,
അത്യാവശ്യമായിട്ടൊന്ന് തിരിച്ചു വരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഞാൻ വീട്ടിലേക്ക് പോയിട്ട് എനിക്ക് അതല്ല അത്യാവശ്യമായിട്ട് ഇവിടെ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വെറുതെ അങ്ങനെ പുള്ളി വിളിക്കില്ല എന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ തിരിച്ച് വണ്ടിയായിട്ട് വരികയാണ്. വണ്ടിയായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും വളരെ സുമുഖനായ ഒരാൾ ചിരിച്ച് എന്നെ വെൽക്കം ചെയ്യുക. ഞാൻ പറഞ്ഞിട്ടാണ് വിളിച്ചത്. ഞാൻ നോക്കുമ്പോൾ ആൻഡ്രൂ ജോസഫ് എന്നെ പരിചയപ്പെടുത്തി. ഇത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സാറാണ്, പുള്ളിക്കാരൻ ഒരു ഡബ്ബിംഗ് പടം ഇവിടെ കൊണ്ടുവന്നുണ്ട്. അത് റോജ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. നിങ്ങൾക്കിടെ സൗണ്ട് അരവിന്ദ് സ്വാമിക്ക് മാച്ചാവാൻ വേണ്ടി പറയാൻ വിളിച്ചത്. അത് കഴിയുമ്പോഴത്തേക്ക് മാച്ചാവോ നോക്കുമൊന്നും വേണ്ട, ചെയ്തോ അങ്ങ് ചെയ്തോ എന്ന് പറഞ്ഞു പുള്ളി. അങ്ങനെ അന്ന് പുള്ളിയുടെ ഒപ്പം കയറി ഡബ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒരു നല്ല ഒരു സർവകലാശാല തന്നെയാണ്. കാരണം നമുക്ക് പലതും പഠിക്കാനുണ്ട് അവിടെ. അങ്ങനെ ഏകദേശം എൻ്റെ ഒരു കണക്കൂട്ടിലൊരു 200-300 സിനിമകളുടെ അടുത്തെങ്കിലും ഞാനും അദ്ദേഹമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിപ്പോൾ തിയേറ്ററിലേക്കുള്ളതായിക്കോട്ടെ, ചാനലിലേക്കുള്ളതായിക്കോട്ടെ, ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഒന്നിച്ചിരുന്നു. ഇന്ന് വരെ ഞാനും പുള്ളിയും തമ്മിലുള്ളൊരു വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പുള്ളിയുടെ പ്രതിഫലം ചോദിക്കുകയോ അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഞാൻ പറയാം, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഡബ്ബിങ്ങിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം തന്നിട്ടുള്ളതും അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ വർക്ക് ചെയ്യുമ്പോഴാണ്. അദ്ദേഹം മൺമറഞ്ഞു പോയിട്ട് ഇപ്പോൾ ഒരു മാസത്തിനടുത്താവുന്നു. അത് എനിക്ക് മാത്രമല്ല, ഈ ഡബ്ബിംഗ് ലോകത്തെ എല്ലാ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾക്കും ഒരു തീരാ നഷ്ടം തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ വേർപാട്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ മങ്കൊമ്പ് സാറിനെ പറ്റി പറയുമ്പോൾ റോജയിലെ അരവിന്ദ് സ്വാമിന്റെ സൗണ്ടിനെ പറ്റി പറഞ്ഞു. അതെ. ചേട്ടൻ അരവിന്ദ് സ്വാമിന്റെ ഒരു പോഷൻ. അരവിന്ദ് സ്വാമി അല്ല, കാൽവിന്ദ സ്വാമി ആവുള്ളൂ ഞാനൊക്കെ ചെയ്ത്. അതുപോലെ ആവില്ല, കാൽവിന്ദ സ്വാമി പോലും ആവില്ല. അതായത് ഈ അരവിന്ദ് സ്വാമിയൊക്കെ സംസാരിക്കാൻ ഭയങ്കര ഈ എനിക്ക് മണിരത്നം സാറിന്റെ സിനിമകളിലെല്ലാം ഒരു ഹസ്കി ടോണൊക്കെ, നീ എന്നെ പണ പോറെങ്ക, നീ എന്നെ എങ്ങനെ പണ പോറേ, അതുപോലെയൊക്കെയുള്ള എന്നെ പണ പോറെങ്ക, അതുപോലത്തേക്കുള്ള ഡയലോഗുകളാണ്. അപ്പോൾ അതിന് തത്തുല്യമായ മലയാളം വാക്കുകൾ ഡബ് ചെയ്തു എന്നുള്ളതല്ലാതെ ഒരിക്കലും അരവിന്ദ് സ്വാമി ഇമിറ്റേറ്റ് ചെയ്യാനൊന്നും സാധിച്ചിട്ടില്ല. പക്ഷെ എങ്കിൽ തന്നെയും ആ ചെയ്ത ഡബ്ബിങ്ങിൽ ഇപ്പം അന്ന് റോജയൊക്കെ തിയേറ്ററിൽ പോയി പലർക്കും കാണാൻ സാധിച്ചിട്ടില്ലാത്തവരുണ്ടായിരുന്നു. അവരൊക്കെ ചാനലിലൂടെ കണ്ടിട്ടുണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെയായിരുന്നു എൻ്റെ അദ്ദേഹമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. ഓക്കെ ചേട്ടാ, ഇത്രയും നേരം മീഡിയ ഭാരതിനു വേണ്ടി നമ്മുടെ ഈ ഷോയിൽ ഇത്രയും നേരം നിന്നതിനും ഒരുപാട് അനുഭവങ്ങൾ പങ്കുവച്ചതിനും ഒത്തിരി നന്ദി. ഇനിയും ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ ചേട്ടന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.